हरे कृष्णा सर्वम कृष्ण अर्पणमस्तु। प्रभात की जय, गुरु महाराज की जय, राधा പവനപുരേഷൻ की जय, ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനോ
എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. അത് ഭഗവാൻ വെച്ച ഇതാണ്, റവ ഇല്ലേ, റവക്ക് എന്താ പറയാ, പ്രണാമം. റവ കൊണ്ടുള്ള ലഡു, റവ കൊണ്ട് നമ്മൾ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കുന്ന ലഡുവാണ് വിഘ്നേശ്വരന് വെച്ചത്. പിന്നെ ഇത് വെണ്ണ പാൽപ്പായസം, ഇപ്പുറത്ത് ആ പാൽപ്പായസം ഞാൻ കുടിക്കും. പാൽപ്പായസം, വെണ്ണ, ലഡു. പിന്നെ അപ്പുറത്തുണ്ട് അത് അവില്, മലര്, കൽക്കണ്ടം, ശർക്കര, കദളിപ്പഴം, റവ ലഡു. മാതാജി വരുമ്പോ കഴിക്കാം, ഞാൻ എടുത്തു വെക്കാം, ഡെയിലി വെക്കും. ഇവിടെ നമ്മളെ വീട്ടിലുണ്ട്, ഞാൻ എടുത്തു വെക്കാം കേട്ടോ. ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 93 42 49 49 41. നമസ്തേ മാ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമ ക്ലാസ് ആണ്. ഓക്കെ, വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതം പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞാൽ നമ്മൾ ഇനി നാരായണീയം, ശ്രീ സൂക്തം എല്ലാം എടുക്കുന്നതായിരിക്കും, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ. അമ്മയുടെയും ഭഗവാന്റെയും കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും, മനസ്സിലാവൂ. ഓക്കെ രേണു, നമുക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ കുട്ടികൾക്കുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കൃത്യമായിട്ട് എല്ലാവരും ക്ലാസ്സിൽ വരണം, കുഞ്ഞുങ്ങളെല്ലാവരും വരണം, ഫ്രീ ആണ്. പിന്നെ മഞ്ജരീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ആകാൻ സാധിക്കും. ആഡ് ആവാൻ വേണ്ടിയിട്ട് മറ്റ് ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല അംബികമ്മ, മറ്റ് ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. 93 42 49 49 41 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരിക. മെസ്സേജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൊടുക്കുന്നതായിരിക്കും, അവര് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഇന്ന് മഞ്ജരീസിന്റെ ചന്ദ്രികമ്മ വരൂ, തരാലോ. നമ്മുടെ ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കില്ലേ, അപ്പൊ ഗുരുവായൂർ വരുമ്പോ കൊണ്ടുവരാം. എല്ലാവർക്കും കൊണ്ടുവരാണ്ടാവില്ല, ആ ഒരു 3-4 ദിവസത്തത് മാത്രം കൊണ്ടുവരാം. അല്ലെങ്കിൽ കുറച്ചധികം വെച്ചിട്ട് നേദ്യം വെച്ചിട്ട് എടുത്തോണ്ട് വരാം. ഓക്കെ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നേ, വിഷമിക്കണ്ട, സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവരാം. ഗെറ്റ് ടുഗദറിന്റെ സമയത്ത് കൊണ്ടുവരാം. ഒരു 100-150 ലഡു നമുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം, ഭഗവാന് സമർപ്പിച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. പവൻ മകം എന്ന പേരിൽ നമ്മൾക്ക് ഇന്ന് പീഠം വാങ്ങി. പവൻ മകം എന്ന പേരിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ചാക്കരി ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ സാധിച്ചു. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള എന്താ പറയുക കാര്യമാണ്. കാരണം മഞ്ജരീസിന്റെ പ്രവർത്തനം തന്നെ പാവങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും മഞ്ജരീസിന് 2-3 സേവന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാനുണ്ട്. 2-3 എണ്ണം പെൻഡിങ് ഉണ്ട്, അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഒരു വീൽ ചെയറിന്റെ കാര്യം ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അത് ചെയ്യണം. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് നമുക്കൊരു ധനസഹായം ചെയ്യണം. ഇതൊന്നും മതിയായ രീതിയിലുള്ള ഒരു കളക്ഷൻ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യമായിട്ട് ശ്രീധരൻ പ്രഭു, നമ്മുടെ ഗ്രൂപ്പിലുള്ള ശ്രീധരൻ പ്രഭുവിന്റെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റെസ്റ്റിലാണ്. അപ്പം അദ്ദേഹത്തിന്റെ കുടുംബം നമ്മളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിനും നമുക്കൊരു നല്ലൊരു സഹായം എത്തിച്ചു കൊടുക്കണം. അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മഞ്ജരീസിന്റെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള സേവനങ്ങൾ, ഈ 3 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ശ്രീധരൻ പ്രഭുവിന്റെ കാര്യമാണ്. എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ. പിന്നെ അന്നദാനങ്ങളെല്ലാം വളരെ മനോഹരമായി നടന്നു പോകുന്നുണ്ട്. ഇനി പങ്കുനി ഉത്രമാണ് നമുക്ക് വരുന്ന 1-ാം തീയതി, അന്ന് നമ്മൾ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഈ യുദ്ധകാലത്ത് പല ഭക്ഷണ പദാർത്ഥങ്ങൾക്കും വില കൂടിയ സമയത്തും കിട്ടാതിരിക്കുന്ന സമയത്തും ആളുകൾ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജരീസ് തെരുവിലേക്ക് ഇറങ്ങുന്നത് 108, 200, 250 ആളുകൾക്കുള്ള ഭക്ഷണവുമായിട്ടാണ്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അന്നദാനത്തെക്കുറിച്ച് ഭഗവാൻ മഹാഭാരതത്തിലും ഗീതയിലും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മഹത്തായ ഒരു വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരുന്നതാണ്. മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ വളരെ അടുത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യും. കാരണം മതിയായ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആളുകളെ ആഡ് ചെയ്യാൻ എന്താ പറയാ, ചെയ്യാൻ സാധിക്കാതെ വരും. മനസ്സിലായില്ലേ? ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പം നമുക്ക് പിന്നെ എന്താ
പറ്റാത്തൊരു സാഹചര്യം വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മഞ്ജരീസിലേക്ക് ആർക്കെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് മഞ്ജരീസിന്റെ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. മെസ്സേജ് നോക്കിയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമസ്തേ. അപ്പൊ ഇത്രയാണ് വിശേഷങ്ങൾ. നമ്മൾ ഇനി അടുത്ത ക്ലാസ് ഏത് നമ്പറാണ് എടുക്കേണ്ടതെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ സന്തോഷം. എത്രാമത്തെ ശ്ലോകം മുതലാണ് എടുക്കേണ്ടത്? ഏതൻ മൽഹാർ, വിഷമിക്കേണ്ട, ഉണ്ട്, ഉള്ളിലുണ്ട്, ധൈര്യമായിട്ടിരിക്കൂ, ഒന്നും പേടിക്കണ്ട. എത്രാമത്തെ ശ്ലോകം മുതലാണ് എടുക്കേണ്ടത്? ഒന്ന് ആരെങ്കിലും മെസ്സേജ് ഇട്ടാൽ നമുക്ക് സമയം കളയാതെ എടുത്തു പോവാം. 36 ആണോ 37 ആണോ? ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, അതാണ്. ഇരുപത്തൊൻപതൊക്കെ കഴിഞ്ഞു മാതാജി. രമണൻ പ്രഭു, 29ഒക്കെ കഴിഞ്ഞു. ഉറപ്പായിട്ടും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അന്നൊരു പൊങ്കാല ഇട്ടത് ഓർമ്മയുണ്ടോ? നാളെയും അതേ പൊങ്കാല ചെയ്യുന്നുണ്ട്. നാളെ കരിക്കകം പൊങ്കാലയാണ്. നാളെയും പ്രവാസികൾക്കുള്ള, നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിലെ പ്രവാസികൾക്കുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാല നാളെ രാവിലെയും നമ്മൾ സമർപ്പണം ചെയ്യും. ഗ്രൂപ്പിൽ ഇട്ടരാം. 36 സ്കന്ധാസ്കന്ധധരോ ധുര്യോ വരധോ വായുവാഹന വാസുദേവോ ബൃഹദ്ബാനു രാധിദേവാ പുരന്തര, അത് നമ്മൾ പഠിച്ചു. 37 അശോകസ്ഥാരണ സ്ഥാര ശൂര ശൗരീർ ജനേശ്വര അനുകൂല ശതാവർത്ത പത്മീ പത്മനിപേക്ഷണ, അതാണോ ഇനി എടുക്കേണ്ടത്? 37 മുതലല്ലേ എടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ നമുക്ക് 37ാമത്തെ ശ്ലോകം കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. വിഷ്ണു സഹസ്രനാമം പുസ്തകം എല്ലാവരും കയ്യിലെടുത്തെന്ന് വിശ്വസിക്കുന്നു. 37ാമത്തെ ശ്ലോകം. അശോകസ്ഥാരണ സ്ഥാരഹ, ഉറപ്പായിട്ടും സുജിത് പ്രഭു. അശോകസ്ഥാരണ സ്ഥാരഹ ശൂര ശൗരീർ ജനേശ്വര, ശൂര ശൗരീർ ജനേശ്വര, അശോകസ്ഥാരണ സ്ഥാര ശൂര ശൗരീർ ജനേശ്വര അനുകൂല ശതാവർത്ത പത്മീ പത്മ നിപേക്ഷണ, ഒന്നുകൂടി വായിക്കാം ആ ശ്ലോകം. അശോകസ്ഥാരണ സ്ഥാരഹ ശൂര ശൗരിർ ജനേശ്വര, അശോകസ്ഥാരണ സ്ഥാര ശൂര ശൗരിർ ജനേശ്വര അനുകൂല ശതാവർത്ത, 2 കുത്ത് വന്നാൽ ഹാ ചേർത്ത് വായിക്കണം. അനുകൂല ശതാവർത്ത പത്മീ പത്മ നിപേക്ഷണ, ഇതാണ് 37ാമത്തെ ശ്ലോകം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അശോക എന്ന് പറഞ്ഞാൽ ശോകം മുതലായ 6 വികാരങ്ങൾ ഇല്ലാത്തവൻ. അശോക എന്ന് പറഞ്ഞാൽ ശോകം മുതലായ 6 വികാരങ്ങൾ ഇല്ലാത്തവൻ. ഭഗവാന് സന്തോഷം, ദുഃഖം, വേദന അങ്ങനെയുള്ള യാതൊരു വികാരങ്ങളും ഇല്ല. പക്ഷേ ഭക്തന്മാർക്ക് ആ വികാരങ്ങൾ വരുമ്പോൾ ഭക്തന്മാരെക്കാൾ കൂടുതൽ ഏറ്റവും വേദനിക്കുന്നത് ഭഗവാനാണ്. അത്രയും മനസ്സിലാക്കുക. ഭക്തന്മാർക്ക് ആ വേദന ഉണ്ടാവുമ്പോ ഭക്തന്മാരെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഭഗവാനാണ്. നമസ്തേ മാ. അപ്പൊ അത് മനസ്സിലാക്കണം. എന്നാൽ ഭഗവാന് പേഴ്സണലി സ്വകാര്യമായിട്ട് ഈ പറയുന്ന വികാരങ്ങൾ ഒന്നും തന്നെ ഇല്ല. എല്ലാ വികാരങ്ങളിൽ നിന്നും പുറത്തു വന്നവനാണ് ഭഗവാൻ. ദാറ്റ് മീൻസ് എല്ലാ വികാരങ്ങളും ഭഗവാന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഭഗവാനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വികാരങ്ങൾ വന്നാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഒരു ഭക്തനെ ഒരിക്കലും, ഭഗവാന്റെ സേവ ചെയ്യുന്നവരെയും ഭഗവാന്റെ ഭക്തരെയും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കാൻ പാടില്ല. അവരോട് നമ്മൾ വേദനിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കാനും പാടില്ല. അത് വേദനിക്കുന്നത് ഭഗവാനാണ്.
പിന്നെന്താ? അശോക സ്ഥാരണ എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നവൻ. സംസാര സാഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഗരം എന്ന് പറഞ്ഞാൽ വലിയ മഹാസമുദ്രം അല്ലെ. ഇപ്പൊ നമ്മളോട് കടൽ നീന്തി കടക്കാൻ പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമില്ല. ആ ഒരു നീന്തി കടന്ന് നമുക്ക് ഇപ്പൊ കപ്പലിൽ പോയാൽ തന്നെ ഭയങ്കര പ്രയാസമാണ് അല്ലെ. ആ കടലിന്റെ കാറ്റും കോളും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോക ജീവിതം, നമ്മളുടെ ഈ ജീവിതം ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞതാണ്. ഏതൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാലും നമ്മൾക്ക് വേദനകൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഈ വേദനകളെല്ലാം തന്നെ നമ്മൾ തരണം ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളെയും സംസാര സാഗരത്തെയും ഈ ലോകത്തിലെ എല്ലാ വേദനകളെയും തരണം ചെയ്തവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്കും ഈ പറയുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും തരണം ചെയ്യാൻ സാധിക്കും. ഇനിയോ അശോക താര എന്ന് പറഞ്ഞാൽ ഗർഭം, ജന്മം, ജര, മൃത്യു മുതലായ ഭയങ്ങളിൽ നിന്ന് തരണം ചെയ്യുന്നവൻ. ഗർഭം, ജന്മം, ജര, മൃത്യു. ഭഗവാൻ ഒരു ഗർഭത്തിൽ ജന്മം എടുത്തിട്ടില്ല. ഭഗവാൻ അങ്ങനെ ഒരു ജന്മവുമില്ല. ഇനി ജരനരാദികൾ, ഭഗവാന് പ്രായാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മൃത്യു, മരണവും ഇല്ല. ഇതെല്ലാം മറികടന്ന് ഈ പറയുന്ന എല്ലാ ഭയങ്ങളിലും നിന്ന് താരണം ചെയ്യുന്നവനാണ് ഭഗവാൻ. ഇനി ഭഗവാനെ ആശ്രയിക്കുന്ന നമ്മൾക്കും ഇതുപോലുള്ള എല്ലാ വേദനകളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? എല്ലാ വേദനകളെയും, ഇങ്ങനെയുള്ള നമുക്ക് മരണഭയം, അല്ലെങ്കിൽ അയ്യോ എനിക്ക് പ്രായമായി, ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഭയം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇനിയും ജനിക്കേണ്ടി വരുമോ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭയങ്ങളെയും തരണം ചെയ്തവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്ന നമുക്കും ഇതുപോലെയുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും, ആദികളിൽ നിന്നും വ്യാധികളിൽ നിന്നും നമുക്കും തരണം ചെയ്യാൻ സാധിക്കും. ഇനിയോ അശോക ശൂര. അടുത്ത വാക്ക് ശൂര. ശൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമൻ, പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ. വിക്രമൻ എന്ന് പറയാം. ഇനി പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ. മഹാപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അനാഥരെയും പാവങ്ങളെയും സംരക്ഷിക്കുന്നവനും എല്ലാവർക്കും എല്ലാ സഹായവും ചെയ്യുന്നവൻ അല്ലെ. അങ്ങനെ ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും വസ്ത്രമായിട്ടും എല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞാൽ മഹാപുരുഷാർത്ഥങ്ങളിലേക്ക് ഭഗവാൻ നമ്മളെ ഉയർത്തുന്ന പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ദുരിതം തന്നെ. ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല പ്രവർത്തിക്കും അദ്ദേഹം നമ്മൾക്ക് വലിയൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ ഭഗവാൻ കൈപിടിച്ചുയർത്തും. ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റിലും ഒരുപാട് വലിയ വലിയ മഹാരോഗങ്ങള്, പ്രശ്നങ്ങള് എല്ലാം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആപത്തുകളൊന്നും നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല ഇല്ലേ. മഹാരോഗങ്ങൾ നമ്മൾക്ക് പിടിപെടുന്നില്ല. ഇനി പിടിപെട്ടാൽ പോലും നമ്മുടെ കർമ്മഫലം കൊണ്ട് വന്നാൽ പോലും തരണം ചെയ്യാനുള്ള ശക്തിയും സാഹചര്യവും അദ്ദേഹം തരുന്നുണ്ട്. നമ്മളെക്കാൾ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഭഗവാൻ നമ്മളെ അങ്ങനെയുള്ള പ്രയാസങ്ങളിലൊന്നും ഉൾപ്പെടുത്താതെ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉറപ്പായിട്ടും ആ ഭഗവാൻ പുരുഷാർത്ഥത്തെ എല്ലാം സാധിപ്പിച്ച് നമുക്ക് നൽകും. ഇനിയോ അശോക ശൂര ശൗര്യർ എന്ന് പറയുന്നുണ്ട്. ശൗരി എന്ന് പറഞ്ഞാൽ ശൂരന്റെ വംശത്തിൽ ജനിച്ചവനെയാണ് ശൗരി എന്ന് പറയുന്നത്. ശൂരന്റെ വംശത്തിൽ ജനിച്ചവനെ ശൗരി എന്ന് പറയാൻ. അതായത് ശൂരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വസുദേവരുടെ അച്ഛനായിരുന്നു ആര്? ശൂരസേനൻ. ശൂരസേനന്റെ മകനായിരുന്നു വസുദേവൻ. അതുകൊണ്ട് തന്നെ ശൂരന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭഗവാനെ ശൗരി എന്ന് വിളിക്കും. ഓക്കെ. ശൂരസേനൻ എന്ന് പറയുന്നത് വസുദേവരുടെ അച്ഛനായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഭഗവാനെ ശൗരി എന്ന് വിളിക്കുന്നത്. അശോക ശൂര ശൗര്യർ ജനേശ്വര. അതാണ് ആ ഫസ്റ്റത്തെ വാക്ക്. അശോക ശൂര ശൗര്യർ ജനേശ്വര. ജനേശ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ, അതായത് ജീവികളുടെ ഈശ്വരനെയാണ് ജനേശ്വരൻ എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും എന്താ പറയാ, സാരില്ല, നമ്മളുടെ എല്ലാവരുടെയും ഈശ്വരൻ ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് അല്ലെ. അപ്പൊ ആ ഗുരുവായൂരപ്പൻ സകല ജീവികളുടെയും പിതാവാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ജനേശ്വരൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ലൈനിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശോകം പോലെയുള്ള ദുഃഖങ്ങളും ശോകങ്ങളും പോലെയുള്ള 6 വികാരങ്ങളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന, 6 വികാരങ്ങളും ഇല്ലാത്ത ഈ ലോകമാകുന്ന ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളെയെല്ലാം മറികടക്കാൻ സഹായിക്കുന്ന, മറികടന്ന, ഗർഭം, ജന്മം, ജര, മൃത്യു മുതലായ 6 ഭയങ്ങളിൽ നിന്ന് തരണം ചെയ്യുന്ന,
പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്ന ശൂരന്റെ വംശത്തിൽ വസുദേവരുടെ അച്ഛനായ ശൂരസേനൻ എന്ന് പറയുന്ന മഹാവ്യക്തിയുടെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭഗവാനെ ശൂര എന്ന് വിളിക്കുന്നു, വിക്രമൻ എന്നും വിളിക്കുന്നുണ്ട്. ശൂരന്റെ വംശത്തിൽ ജനിച്ചിരിക്കുന്ന ജനങ്ങളുടെ എല്ലാ ജീവാത്മാക്കളുടെയും പിതാവായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ, അതാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം. ഇനിയോ അനുകൂലൻ, അതായത് അനുകൂല ശതാവർത്ത എന്ന് പറയുന്നുണ്ട്. അനുകൂലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവെന്ന നിലയ്ക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്, അല്ലെ? ആത്മാവെന്ന നിലയ്ക്ക് ഭഗവാൻ എല്ലാവർക്കും അനുകൂലമായി പ്രവർത്തിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു ഭഗവാൻ എന്നെ മാത്രം ദുഃഖിപ്പിക്കുന്നു, എന്നെ സങ്കടപ്പെടുത്തുന്നു, അങ്ങനെ ഒരിക്കലുമില്ല. എല്ലാം അനുകൂലമായിട്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. എല്ലാവരോടും ഭഗവാന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലമാണ് നമ്മൾ പല ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ പ്രവർത്തികളും വാക്കും എല്ലാം നമ്മൾ കൃത്യതയായിരിക്കണം. ആരെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ പ്രവർത്തികളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് ഭഗവാന്റെ സമക്ഷം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും എന്താ ഉണ്ടാവുക? ഭഗവാന്റെ കണ്ണിൽ അതിൽ ഒരു അധർമ്മം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ അധർമ്മത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇനിയോ അനുകൂല ശതാവർത്ത. ശതാവർത്ത എന്ന് പറഞ്ഞാൽ അനേകം ആവർത്തനങ്ങൾ, അതായത് ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പോ പ്രാണരൂപത്തിൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന 100 നാഡികളിൽ ആവർത്തിക്കുന്നവൻ. ഒരു പ്രാണന്റെ രൂപത്തിലാണ് ഭഗവാൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ആ എല്ലാ നാഡികളിലും ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അനേകം രൂപം എടുത്തിരിക്കുന്ന, അതുകൊണ്ടാണ് ശതാവർത്ത എന്ന് പറയുന്നത്. ഒരുപാട് രൂപത്തിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെയോ പത്മി. പത്മി എന്ന് പറഞ്ഞാൽ അനുകൂല ശതാവർത്ത പത്മി. പത്മി എന്നാൽ കയ്യിൽ പത്മമുള്ളവൻ. ഭഗവാന്റെ കയ്യിൽ താമരപ്പൂണ്ട്. പത്മം എന്ന് പറഞ്ഞാൽ താമര. അപ്പൊ ഭഗവാന്റെ കയ്യിൽ താമര പിടിച്ചതുകൊണ്ട്, കയ്യിൽ പത്മമുള്ളത് കൊണ്ട് ഭഗവാനെ പത്മി എന്ന് വിളിക്കുന്നു. പത്മനിപേക്ഷണ. പത്മനിപേക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മങ്ങളോട് തുല്യമായ അക്ഷികളോട് കൂടിയവൻ. ആ താമരപ്പൂവിന്റെ ഇതള് കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള കണ്ണുകളാണ് ഭഗവാന്റെ. അപ്പൊ പത്മങ്ങളുടെ ഇതളുകളോട് കൂടിയിരിക്കുന്ന, ആ താമരപ്പൂവിന്റെ ഇതളിന് തുല്യമായിരിക്കുന്ന കണ്ണുകളാണ് ഭഗവാനുള്ളത്. അതുകൊണ്ടാണ് ഭഗവാനെ പത്മനിപേക്ഷണ എന്ന് വിളിക്കുന്നത്. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. പത്മനിപേക്ഷണ എന്ന് വിളിക്കുന്നത് താമരപ്പൂവിനോട് തുല്യമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയത് കൊണ്ട് ഭഗവാനെ പത്മനിപേക്ഷണ എന്ന് പറയുന്നു. അപ്പോ ശോകം മുതലായിരിക്കുന്ന 6 വ്യാധികളില്ലാതിരിക്കുന്ന, സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്ന, ഗർഭം, ജന്മം, ജരാ, മൃത്യു മുതലായ ഭയങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന, പുരുഷാർത്ഥത്തെ സാധിപ്പിച്ചു നൽകുന്ന, വസുദേവരുടെ അച്ഛനായിരിക്കുന്ന ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചിരിക്കുന്ന, ജനങ്ങളുടെയും ജീവികളുടെയെല്ലാം ഈശ്വരനായിരിക്കുന്ന, ആത്മാവെന്ന നിലയ്ക്ക് എല്ലാവരോടും തുല്യമായി പ്രവർത്തിക്കുന്ന, അനേകം അവതാരങ്ങൾ എടുക്കുന്ന, കയ്യിൽ പത്മം പിടിച്ചിരിക്കുന്ന, പത്മങ്ങൾക്ക് തുല്യമായിരിക്കുന്ന, താമരപ്പൂവിന് തുല്യമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. അതാണ് 37ാമത്തെ ശ്ലോകം വിഷ്ണു സഹസ്രനാമത്തില്. അശോകസ്താരണ സ്താര ശൂര ശൗരീർ ജനേശ്വര അനുകൂല ശതാവർത്താ പത്നി പത്മനിപേക്ഷണ. ഓക്കെ, ഇനി 38ാമത്തെ ശ്ലോകമാണ്. 38ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ പത്മനാഭോ. പത്മനാഭോ അരവിന്ദാക്ഷ. പത്മനാഭോ അരവിന്ദാക്ഷ. പത്മഗർഭ ശരീരഭൃത്. പത്മഗർഭ ശരീരഭൃത്. പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത്. മഹർദി ഋധോ. മഹർദി ഋധോ. ഋ ആണ് ഋധ്രോ. മഹർദി ഋധോ. വൃഥാത്മാ. വൃഥാത്മാ. മഹാക്ഷോ. ഗരുഡധ്വജ. മഹാക്ഷോ ഗരുഡധ്വജ. പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത്. മഹർദി ഋധോ വൃഥാത്മാ മഹാക്ഷോ ഗരുഡധ്വജ. പത്മനാഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൃദയരൂപമായിരിക്കുന്ന പത്മത്തിന്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാന്റെ നാഭിയിൽ എന്താ ഉള്ളത്? പത്മമാണ്, അല്ലെ? അപ്പോ ഹൃദയരൂപമായിരിക്കുന്ന പത്മത്തിന്റെ
നാഭിയിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാൻ താമരപ്പൂവിലും എല്ലായിടത്തുണ്ട്. ഭഗവാന്റെ നാഭിയിലും താമരപ്പൂവുണ്ട്. ഭഗവാനും താമരയും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അല്ലെ. അതുപോലെ അരവിന്ദാക്ഷ, അരവിന്ദങ്ങൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ. ഭഗവാന്റെ കണ്ണിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലത്ത് വർണ്ണിച്ചു. പത്മം പോലെയാണ്, പത്മത്തിന്റെ ഇതള് പോലെയാണ്, ഒരുപാട് സ്ഥലത്ത് നമ്മൾ വർണ്ണിച്ചു. അങ്ങനെയുള്ള കണ്ണുകളോട് കൂടിയിരിക്കുന്ന പത്മഗർഭോ, ഹൃദയരൂപമായ പത്മത്തിന്റെ മധ്യത്തിൽ ഉപാസിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. ഹൃദയരൂപമായിരിക്കുന്ന പത്മത്തിന്റെ നടുവിലാണ് ഭഗവാൻ ഉപാസിക്കപ്പെടുന്നത്. ശരീരഭൃത്, ശരീരഭൃത് എന്ന് പറഞ്ഞാൽ അന്നരൂപത്തിലോ പ്രാണരൂപത്തിലോ ദേഹികളുടെ ശരീരങ്ങളെ പോഷിപ്പിച്ചുകൊണ്ട് അവയെ ധരിക്കുന്നവൻ. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അന്നരൂപത്തിൽ, ആ ഭക്ഷണം എന്താണ്? ഭഗവാനാണ്. അന്നരൂപത്തിലോ പിന്നെയോ പ്രാണരൂപത്തിലോ, പ്രാണം എന്ന് പറഞ്ഞാൽ ജീവന്റെ രൂപത്തിലായാലും ശരി, ജീവൻ നിലനിർത്തുന്ന ഭക്ഷണത്തിന്റെ രൂപത്തിലായാലും ശരി, എങ്ങനെയാണെങ്കിലും ആ ദേഹികളുടെ ലൈറ്റ് ഓഫ് അങ്ങനെയുള്ള ദേഹികളുടെ ശരീരങ്ങളെ പോഷിപ്പിച്ചുകൊണ്ട് നിലനിർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ശരീരഭൃത് എന്ന് വിളിക്കുന്നത്. മഹർദി, മഹർദി എന്ന് പറഞ്ഞാൽ മഹത്തായ ഐശ്വര്യമുള്ളവൻ. ഭഗവാന്റെ ഐശ്വര്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ മഹത്തായ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ഋതഹ, ഋതഹ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോകം എന്താണ്? ഭഗവാനാണ്. അപ്പൊ ഈ ലോകത്തിന്റെ രൂപത്തിൽ ആരാ സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ലോകത്തിന്റെ, അതെ താമരക്കണ്ണൻ, ആ ലോകത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെയാണ് നമ്മൾ ഭൂമിയുടെ പേരിൽ വില പറയുന്നത്. എന്റെ സ്ഥലം എന്റെ സ്ഥലം എന്റെ സ്ഥലം എന്ന് പറഞ്ഞ് നമ്മൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം വെട്ടിപ്പിടിച്ച് ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അവസാനം 6 അടി മണ്ണിലേക്ക് ഒരു തുള്ളി ചാരമായി ഭസ്മമായി നമ്മൾ പോകുമ്പോൾ നമ്മുടേതെന്ന് പറയാനും അവകാശപ്പെടാനും ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല അല്ലെ. പിന്നീടുള്ള ബന്ധുമിത്രാദികളെല്ലാം നമ്മൾ ചേർത്ത് വെച്ചതിനെ ചൊല്ലിയുള്ള വഴക്കായി, തർക്കങ്ങളായി. അപ്പൊ ഇത്രയും നിസാരമായ ചെറിയൊരു ജീവിതമാണ് നമ്മുടേത്. ഈ ലോകത്ത് നമുക്ക് വെട്ടിപ്പിടിക്കാനും സ്വന്തം എന്ന് പറയാനും സ്വന്തം എന്ന് വെട്ടിപ്പിടിച്ചതിനെ ഒന്നും നിലനിർത്താനും നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇതിന്റെ യഥാർത്ഥ അവകാശി ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലോകത്ത് നമ്മളൊരു വാടകയ്ക്ക് താമസിക്കാൻ വന്ന ജീവാത്മാക്കൾ മാത്രമാണ്. അപ്പൊ ഈ വാടകയ്ക്ക് താമസിക്കാൻ വന്നിരിക്കുന്ന ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾ, അദ്ദേഹം എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പരമാത്മാവിന്റെ രൂപത്തിൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാൻ എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത്, അതിനുശേഷം ആത്മാവും നമ്മുടെ ഉള്ളിലുണ്ട്, ജീവാത്മാവ്. ആ ജീവാത്മാവ് എന്തെയും പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ പുറത്തു പോയാൽ ജീവാത്മാവും ഒപ്പം പുറത്തു പോകും. അതോടുകൂടി ശൈവം പോയി കഴിഞ്ഞാൽ എന്തായി? ശിവൻ പോയാൽ നമുക്ക് ശവമായി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ശവം എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. എത്രയും പെട്ടെന്ന് അതിനെ കൊണ്ടുപോയി ദഹിപ്പിച്ചു കളയും, അല്ലെങ്കിൽ കുഴിച്ചു മൂടും. പിന്നീട് കാലങ്ങൾ അത് മറവിയിലേക്ക് മറച്ചു കളയും. ഇത്രയുള്ള ഒരു മനുഷ്യജന്മം. അപ്പൊ ഈ ലോകത്ത് നമുക്ക് യാതൊന്നും വെട്ടിപ്പിടിക്കാനും ഇല്ല, ബഹളം വെക്കാനും ഇല്ല, ആരോടും അധർമ്മം പ്രവർത്തിക്കാനും ഇല്ല, ഒരു വൈരാഗ്യ ബുദ്ധിയിൽ മുന്നോട്ട് ജീവിക്കാനും ഇല്ല. സർവം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് തരുന്നോ അത് സ്വീകരിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തെ മനസ്സിൽ സ്ഥിതി ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹമാണ് സർവവും എന്ന മനോഭാവത്തിൽ ജീവിച്ചു പോവുക. പിന്നെയോ വൃദ്ധാത്മാ, പുരാതനമായിരിക്കുന്ന ആത്മാവോട് കൂടിയവൻ അല്ലെ. നമ്മളൊന്നും ഫ്രഷ് അല്ല. നമ്മളൊക്കെ ഇന്ന് എന്ന് പറയുന്ന ഒരു ജീവിതം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇന്നലകൾ എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു അല്ലെ. അത് ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. നമ്മൾ എന്താ പറയോ, കഴിഞ്ഞ ജന്മം അങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. മറവി എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ എവിടെ ജനിച്ചു, എന്ത് ചെയ്തു, എന്തുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ വന്നു, ഈ ജന്മത്തിനപ്പുറം നാളെ നമുക്കൊരു ജന്മമുണ്ടോ, ഇതും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊന്നും അറിയാത്തൊരു വ്യക്തി പൂർണ്ണനാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണനല്ല. പിന്നെ എന്തിന് ഞാൻ എന്ന ഒരു ഭാവം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തിന് ഞാൻ, എന്നെ കൊണ്ട് എല്ലാം സാധിക്കും എന്നൊരു അഹങ്കാരം നമുക്ക് എന്തിന്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ പിന്നെയോ മഹാക്ഷ, മഹത്തുക്കളായ അക്ഷികളോട് കൂടിയവൻ. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. ഗരുഡധ്വജ, ഗരുഡനാവുന്ന കൊടിയടയാളമുള്ളവൻ. ഗരുഡനാണ് ഭഗവാന്റെ വാഹനം. ഗരുഡനാവുന്ന കൊടിയാണ് ഭഗവാന്റെ അടയാളം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർദി രുദ്രോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ. മഹർദി രുദ്രോ, അത് വായിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. രാന്നിട്ടിട്ട് പിന്നെ ഇങ്ങനെയുണ്ടോ, ബുക്സ് കയ്യിലുള്ളവർക്ക് അറിയാലോ പ്രൊനൗൺസിയേഷൻ. അപ്പൊ പത്മനാഭ, ഹൃദയരൂപമായിരിക്കുന്ന പത്മത്തിന്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന അരവിന്ദങ്ങൾ പോലെ കണ്ണുകളോട് കൂടിയിരിക്കുന്ന ഹൃദയരൂപമായിരിക്കുന്ന പത്മത്തിന്റെ നടുക്കിൽ ഉപാസിക്കപ്പെടുന്ന അന്നരൂപത്തിലോ പ്രാണരൂപത്തിലോ ദേഹികളുടെ ശരീരത്തെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഐശ്വര്യമുള്ള
പ്രപഞ്ച രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന, ഈ ലോകത്തിന്റെ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന, പുരാതനമായിരിക്കുന്ന ആത്മാവോട് കൂടിയിരിക്കുന്ന, മഹത്തുക്കളായിരിക്കുന്ന അക്ഷികളോട് കൂടിയിരിക്കുന്ന, ഗരുഡന്റെ കൊടിയടയാളമുള്ള ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. മനസ്സിലായോ? അതാണ് നമ്മുടെ 38ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 39ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? 39ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുലഹ അതുലഹ ശരഭോ അതുലഹ ശരഭോ ഭീമ അതുലഹ ശരഭോ ഭീമ സമയജ്ഞോ ഭീമ സമയജ്ഞോ ഹവിർ ഹരി ഹവിർ ഹരി. രണ്ട് കുത്തു വന്നാൽ ഹ എന്ന് വായിക്കണേ. ഹവിർ ഹരിഹ സർവലക്ഷണ ലക്ഷണ്യോ സർവ ലക്ഷണ ലക്ഷണ്യോ ലക്ഷ്മീവാൻ ലക്ഷ്മീവാൻ സമിതിഞ്ജയഃ ലക്ഷ്മീവാൻ സമിതിഞ്ജയഃ. വായിക്കാൻ കിട്ടിയില്ലേ? അതുലഹ ശരഭോ ഭീമ സമയജ്ഞോ ഭീമ സമയജ്ഞോ ഹവിർ ഹരിഹ ഹവിർ ഹരിഹ സർവലക്ഷണ ലക്ഷണ്യോ സർവലക്ഷണ ലക്ഷണ്യോ ലക്ഷ്മീവാൻ ലക്ഷ്മീവാൻ സമിതിഞ്ജയഃ സമിതിഞ്ജയഃ. ഒരു മിനിറ്റ്. അതുല ശരഭോ ഭീമ സമയജ്ഞോ ഹവിർഹരി എന്ന് വെച്ചാൽ അതുല എന്ന് പറഞ്ഞാൽ ഉപമയില്ലാത്തവൻ. ഭഗവാനോട് തുല്യമായിട്ട് ആരുണ്ട്? ആരുമില്ല. ഉപമിക്കാൻ, ഭഗവാനെ ഉപമിക്കാൻ ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. ഭഗവാനെ തുല്യപ്പെടുത്താനും ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. അതുല എന്ന് പറഞ്ഞാൽ ഉപമിക്കാൻ ആരുമില്ലാത്തവനാണ് ഭഗവാൻ. ശരഭ ശരഭ എന്ന് പറഞ്ഞാൽ ശരത്തിൽ പ്രകാശിക്കുന്നവൻ, നശിക്കുന്നതായിരിക്കുന്ന ശരീരത്തിൽ ശരത്തിൽ പ്രകാശിക്കുന്നവൻ. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകാനുള്ളതാണ് അല്ലെ? അപ്പൊ ഈ നശിച്ചു പോകുന്ന ശരീരത്തിന്റെ പ്രകാശം എന്താണ്? ഭഗവാനാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നതും സംസാരിക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും, നമ്മൾ ഇന്നിപ്പോ ഒരു വാക്ക് പറയുന്നത്, അത് പറയാൻ നമ്മൾ വിചാരിക്കും നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് സാധിക്കുന്ന അല്ല, ഇതിന് പിന്നിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങിച്ചു, കാർ ഓടിക്കുന്നു, കാറ് കൊണ്ടുപോകണു, കാറ് ഡ്രൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പറയില്ല പെട്രോൾ ഒഴിച്ചിട്ട് കാർ എടുത്തു എന്ന്. നമ്മൾ എവിടെയെങ്കിലും പറയും? ഒരിക്കലും പറയില്ല. ഞാൻ പെട്രോൾ ഒഴിച്ചിട്ട് കാർ എടുത്ത് ഇവിടം വരെ വന്നു എന്ന് നമ്മൾ എന്താ പറയുക? ഞാൻ കാർ എടുത്താ വന്നത് എന്നാ പറയാം. അവിടെ കാറിനാണ് ഇമ്പോർട്ടന്റ്, പെട്രോൾ എന്ന് പറയുന്ന വസ്തുവിന് ഇമ്പോർട്ടന്റ് ഇല്ല. എന്നാൽ ഈ പെട്രോൾ ഇല്ലാതെ കാർ ഓടുമോ? ഒരിക്കലും ഓടില്ല. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരം, ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊരു ഭാവം, എന്നാൽ ഇതിനുള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ ഇത്രത്തോളം എത്തിക്കുന്നത് ആരാ? ഭഗവാനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പഠിക്കണം, ഭഗവാന്റെ കാരുണ്യത്താൽ ഞാൻ ഇവിടം വരെ എത്തി, അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാനത് ചെയ്തു, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാനത് പറഞ്ഞു. അദ്ദേഹമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പെട്രോൾ. മനസ്സിലായേ? ഒരു കാർ ഒരിക്കലും അതിന്റെ ഇന്ധനമില്ലാതെ ഓടില്ല. ആ ഇന്ധനത്തിനാണ് അവിടെ ഇമ്പോർട്ടന്റ്. എത്ര കോടി വിലയുള്ള കാർ വാങ്ങിച്ചാലും അതിൽ അതിൻ്റെതായ ഇന്ധനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഒരടി മുന്നോട്ട് പോവില്ല. ശരിയല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ എത്ര വലിയ പണക്കാരനായാലും, എത്ര ആരോഗ്യവാനായാലും, ഏത് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനായാലും, എത്ര പണമുള്ളവനായാലും ശരി, എത്ര അറിവുള്ളവനാണെങ്കിലും ശരി, ഭഗവാൻ എന്ന് പറയുന്ന ആ സത്യം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ശവമാണ്. അപ്പൊ നമ്മുടെ കഴിവല്ല ഈ പറയുന്ന സംസാരങ്ങളും, നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, കാണുന്നു ഇരിക്കുന്നു ഉറങ്ങുന്നു, ഇതൊന്നും നമ്മുടെ കഴിവല്ല. ഇതെല്ലാം അദ്ദേഹം അതാത് സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ചിന്തിക്കാനുള്ള ഒരു നല്ല മനസ്സും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നല്ലത് ചിന്തിക്കണോ ചീത്ത ചിന്തിക്കണോ എന്ന് അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിട്ടുണ്ട്, ബോധം തന്നിട്ടുണ്ട്. ആ ബോധത്തെ മത്സ്യമാംസാദികൾ കഴിച്ച് മലിനമാക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലും, ഒരു ഇറച്ചിവെട്ടുകാരന്റെ കടയിൽ പോയിട്ട് അവന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞിട്ട് രണ്ട് ഭാവങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒന്ന് വാച്ച് ചെയ്താൽ മതി. രണ്ട് ഭാവങ്ങൾ അവരുടെ മുഖത്ത് കാണാം. ഒന്ന് സാത്വികതയും ഒന്ന് ഭയങ്കര അറഗന്റ് ആയിരിക്കും അല്ലെ? അപ്പോൾ ഈ ഇറച്ചിവെട്ടുകാരന്റെ മുഖത്ത് ഒരു നല്ല ഒരു ഐശ്വര്യം, തേജസ്, ചൈതന്യം അത് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കാരണം എന്താ? അവൻ ചെയ്യുന്ന പ്രവൃത്തി അതാണ്.
ആ പ്രവൃത്തിയിലൂടെ അയാൾക്ക് മരവിച്ച് കിടക്കുകയാണ്, മനസ്സ് മരവിച്ച് കിടക്കുകയാണ്. രക്തം കണ്ട അയാളുടെ മനസ്സ് മരവിച്ചു. ഓരോ ജീവന്റെ പിടച്ചിൽ കണ്ടും അവരുടെ മനസ്സ് മരവിച്ചു. അതുകൊണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ അവരുടെ മുഖത്തുണ്ട്. എന്നാൽ നല്ല സാത്വികമായിട്ടിരുന്ന് ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കൂ, നല്ല ചൈതന്യം ഉണ്ടാവും ഇല്ലേ? എന്തോ ഒരു തേജസ് അവരുടെ മുഖത്തും കണ്ണിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? അവരെപ്പോഴും ഭഗവാനുമായി അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ മുഖത്ത് എപ്പോഴും ആ തേജസ് ഉണ്ടാവും. നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും അവരുടെ മുഖത്തേക്ക്. അതാണ് ഈശ്വരനും ഈശ്വരന്റെ വഴിയെ പോകുന്ന ഒരാളും ഈശ്വരന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് ചിന്തിക്കണം? നമ്മൾ നല്ല വഴിയെ പോവുകയാണെങ്കിൽ അതിന്റെ പ്രകാശം മുഴുവൻ നമ്മുടെ മുഖത്ത്, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ജീവിത രീതിയിൽ പ്രതിഫലിക്കും. നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന പണമല്ല അത്, പണത്തിന്റെ പവർ അല്ല. എത്ര കോടികൾ ഉണ്ടെങ്കിലും ശരി, അതിന്റെ പവർ നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യില്ല. എന്നാൽ ഒന്നുമില്ലാതിരിക്കുന്ന പൂന്താനം തിരുമേനിയുടെ മുഖത്ത് നോക്കിയാൽ പോലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അവിടെ സമ്പത്തല്ല വലുത്, ഭഗവാനോട് അടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ അദ്ദേഹം കയറിയിരിക്കുകയാണ്. അതിന്റെ ചൈതന്യം നമ്മളിൽ റിഫ്ലക്ട് ചെയ്യും. അതാണ് നമ്മൾ ജപത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ജപം കണക്ട് ചെയ്യുന്നത് നമ്മുടെ ബോധത്തെയാണ്. ആ ബോധമാണ് നമ്മൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ പുറത്തേക്ക് തരുന്നത്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് വന്നു ക്ഷമിക്കണം, നെറ്റ് ഡിസ്കണക്ട് ചെയ്താണ്. അപ്പൊ ഈ നശിച്ചു പോകുന്ന ശരീരത്തിൽ പ്രകാശിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ശരഭ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അതുല ശരഭോ ഭീമ സമയജ്ഞോ എന്ന് വിളിക്കുന്നത്. ഭീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരാലും ഭയപ്പെടുന്നവൻ. ഗുരുവായൂരപ്പനെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുത്തൻ പോലും ഇല്ല. ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയിട്ട് ഞാൻ മുൻ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നിട്ട് ജ്യോത്സ്യനോട് പറയാം, സ്വാമി എൻ്റെ കാര്യങ്ങളൊന്നും അറിയണം. അദ്ദേഹം ഉടനെ കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആ രാശി പലകയിൽ രാശി അങ്ങോട്ട് വെക്കും. രാശി വെച്ചിട്ട് സർവ്വദേവതകളും പ്രസാദിച്ചിട്ടുണ്ട്, വ്യാഴം മറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ആ രാശിപ്പലക അങ്ങോട്ട് മടക്കും. കാരണം എന്താ? വ്യാഴത്തിന്റെ പ്രതീതി ഇല്ല, വ്യാഴത്തിന്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ പിന്നെ ആ രാശി വെക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അവിടെയും ആരാണ് ഇമ്പോർട്ടന്റ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. എല്ലാ ദേവാദി ദേവന്മാരും, ഇന്ദ്രദേവൻ അടക്കം സകല ദേവന്മാരും നമ്മൾക്ക് അനുകൂലമായി നിൽക്കാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മളിൽ പ്രസാദിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അർത്ഥമില്ലാത്തൊരു ജന്മങ്ങളായി ഇല്ലേ? അപ്പൊ ഉടനെ അദ്ദേഹം പറയും, നിങ്ങൾ വേഗം ഗുരുവായൂർക്ക് പൊക്കോളൂ, ഒരു പാൽപ്പായസം കഴിപ്പിച്ചു. ഈ ഒരു നമ്മൾ ഷീട്ടാക്കുന്ന 50 രൂപയുടെ പാൽപ്പായസം അല്ല ഭഗവാന് വേണ്ടത്, നമ്മുടെ പ്രസൻസ് ആണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാൻ എന്താ 50 രൂപയുടെ പാൽപ്പായസം അല്ലെ 100 രൂപയുടെ പാൽപ്പായസത്തിന് കിട്ടാൻ വഴിയില്ലാതെ ഭഗവാൻ ഇരിക്കുകയാണോ? ഒരിക്കലും അല്ല. നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണത്തിനല്ല ഭഗവാൻ വാല്യൂ കൊടുക്കുന്നത്. നമ്മൾ എത്തുമ്പോൾ ഭഗവാന് നമ്മുടെ ഒരു സാമീപ്യമുണ്ട്. എന്നെ തേടി വന്നു അല്ലെ? ഇപ്പൊ ദൂരെ എവിടെയോ ഇരുന്നിട്ട് നമ്മുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിച്ച് വീഡിയോ കോളൊക്കെ കാണുന്നതും നമ്മൾ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും വ്യത്യസ്തമാണ് അല്ലെ? അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഡെയിലി വിളിക്കുന്നു, സംസാരിക്കുന്നു, വിശേഷങ്ങൾ അറിയുന്ന എല്ലാം ഉണ്ട്. എന്നാൽ അവർ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ പ്രസൻസ്, നമ്മുടെ മക്കൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസൻസ് അല്ലെ വളരെ സന്തോഷമാണ്. നമ്മൾ എന്തൊക്കെയൊക്കെയോ ഒരുക്കും. അവരെന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ അടുത്തുണ്ട്, നമ്മളോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കും, നമ്മുടെ കൂടെ താമസിക്കും. അതിന്റെ ഒരു സന്തോഷം വേറെയാണ്. അപ്പൊ അതേപോലെ ഭഗവാൻ ആവശ്യം നമ്മൾ നൽകുന്നതല്ല. ഒരു 50 രൂപയുടെ പാൽപ്പായസം കഴിച്ച ഉടനെ ഭഗവാൻ അങ്ങ് പ്രസാദിക്കുമോ? അതല്ല. നമ്മളുടെ പ്രസൻസ്, നമ്മൾ അവിടെ എത്തി കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ എന്ന് വിളിച്ച് നമ്മൾ ഭഗവാനെ ദർശനം എടുത്ത് നമ്മൾ കുറച്ചു നേരം ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് ഭഗവാന്റെ ആ പ്രസാദോട്ടൊക്കെ കഴിച്ച് ആ ഒരു സന്തോഷം, അതാണ് ഭഗവാന് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരാലും എന്താ പറയാ ഭയപ്പെടുന്നുണ്ട്. എല്ലാവർക്കും പേടിയാണ് ഭഗവാനെ. ഭഗവാനോട് കളിക്കാൻ ആരും നിൽക്കില്ല അല്ലെ? ഭഗവാന്റെ ഭക്തി എന്താ പറയാ, ഭഗവാനുമായിട്ട് അടുത്ത് ജീവിക്കുന്ന ആ വ്യക്തികൾ, ഭഗവാന്റെ ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും. അവരെ വേദനിപ്പിച്ചാൽ പോലും ഭഗവാൻ വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. ധർമ്മം അദ്ദേഹം പുനഃസ്ഥാപിക്കും. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ടാണ് പാണ്ഡവന്മാരെ അത്രയും ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അവരോട് ചെയ്ത ഓരോ തെറ്റുകളും ഭഗവാൻ കൗരവന്മാരോട് എന്ത് ചെയ്ത് എണ്ണി 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 ചോദിച്ചു. കർണനോട് ഓരോ ധർമ്മത്തെക്കുറിച്ചും ഭഗവാൻ ചോദിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ. നീ ഇത് ചെയ്തത് ശരിയാണോ? നീ ഇത് ചെയ്തത് ശരിയാണോ? നീ ഇത് ചെയ്തത് ശരിയാണോ എന്ന് ഓരോ സ്ഥലത്തും ഭഗവാൻ ചോദിച്ചിട്ടുണ്ട്. പാഞ്ചാലിയുടെ വസ്ത്രാഭിഷേകം നീ ചെയ്ത് വസ്ത്രാക്ഷേപം ചെയ്തത് ശരിയാണോ? പഞ്ചപാണ്ഡവന്മാരെ കള്ളച്ചൂതുകളിൽ നീ തോൽപ്പിച്ചത് ശരിയാണോ? അവരക്കില്ലം ചുട്ടരിച്ചത് ശരിയാണോ? ഇങ്ങനെ ഭഗവാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത 1000 ചോദ്യങ്ങൾ ഭഗവാൻ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഭഗവാനോട് കളിക്കുന്നത് എപ്പോഴും സൂക്ഷിച്ചു വേണം. ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിക്കുമെന്ന് ഭഗവാൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോടെ 100 തെറ്റുകളും ഭഗവാൻ എന്ത് ചെയ്തു?
ഭഗവാൻ ക്ഷമിച്ചു. 101ാമത്തെ തെറ്റ് ശിശുപാലൻ ചെയ്തപ്പോ ഭഗവാൻ എടുത്തു സുദർശനം തല അങ്ങോട്ട് അറുത്ത് കളഞ്ഞു. അതാണ് ഭഗവാന്റെ രീതി. ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ അദ്ദേഹം നരസിംഹമൂർത്തിയായി മാറും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുവായൂരപ്പനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ നല്ല പേടിയുമാണ്. മനസ്സിലായില്ലേ? നല്ല പേടിയുമാണ്. സാക്ഷാൽ പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാരാണ്? അർജുനന്റെ പാർത്ഥസാരഥിയായിട്ട് ഭഗവാനാണ്. ആ കൗരവന്മാരുടെ സഭയിലേക്ക്, അവർ നിൽക്കുന്ന ആ ഒരു സൈന്യത്തിലേക്ക്, കോടാനുകോടി ആളുകളുള്ള സൈന്യത്തിലേക്ക് ഭഗവാൻ ആ രഥം എടുത്തുകൊണ്ട് ഒരു പറക്കൽ അങ്ങോട്ട് പറന്നിട്ടുണ്ട്. അർജുനനെയും രഥത്തിൽ വെച്ചുകൊണ്ട് നേരെ ചെന്ന് നിർത്തിയിട്ട് അർജുനനോട് പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഇതാണ് ഗീത, ഈ ഗീതയിലൂടെ നീ അങ്ങ് പ്രവർത്തിച്ചോളാൻ. അതുകൊണ്ടാണ് ഭഗവാന് നമ്മൾ അത്രയധികം ഭയപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല ഭഗവാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം കൃത്യമായ സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാന്റെ കണ്ണു മൂടിക്കെട്ടാന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ഇനിയോ സമയജ്ഞ, ഭീമസമയജ്ഞോ എന്ന് പറയുന്നുണ്ട്. സമയജ്ഞോ എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയത്തെ അറിയുന്നവൻ. സൃഷ്ടിക്കേണ്ടത് എപ്പോഴാണ്, സംഹരിക്കേണ്ടത് എപ്പോഴാണ്, അതിനെ നിലനിർത്തേണ്ടത് എപ്പോഴാണ്, എല്ലാം കൃത്യമായിട്ട് ഭഗവാൻ അറിയാം. എല്ലാ ഭൂതങ്ങളിലും സമഭാവനയാകുന്ന യജ്ഞത്തോടു കൂടിയവനാണ് ഭഗവാൻ. നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും തുല്യമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാവരിലും ഉണ്ട്. ഇപ്പൊ നിങ്ങളിൽ രണ്ടുപേർക്ക് ഞാൻ ഒരേ തരത്തിലുള്ള ഒരു ചെടിയുടെ വിത്ത് തന്നു. നിങ്ങൾ രണ്ടുപേരും അത് ഏത് രീതിയിൽ പരിപാലിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ആ ചെടി വളർന്നു വരുന്നത്, അല്ലെ? ഞാൻ തരുന്ന വിത്ത് നിങ്ങൾ കൃത്യമായി മണ്ണിൽ കുഴിച്ചിട്ട് അതിന് കൃത്യമായി വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളർന്നു വരും. വളരുന്നതിനനുസരിച്ച് നിങ്ങൾ വെള്ളമൊഴിച്ച് പരിപോഷിപ്പിച്ചാൽ അത് നന്നായി വളരും, അത് നല്ല പുഷ്പങ്ങൾ തരും. നിങ്ങൾ അതുകൊണ്ടേ മണ്ണിൽ കുഴിച്ചിട്ട് ശ്രദ്ധയില്ലെങ്കിൽ അത് ചിലപ്പോൾ വളരും, പക്ഷേ കൃത്യമായ ഒരു വളർച്ച ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ ഈശ്വരൻ എല്ലാവരിലുമുണ്ട്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ പരമാത്മാവിന്റെ രൂപത്തിൽ എല്ലാവർക്കുള്ളിലും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഭഗവാന്റെ വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ ആ ഒരു ചൈതന്യത്തെ പരിപോഷിപ്പിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഭഗവാനോട് അടുക്കുന്നതും അകലുന്നതും. മനസ്സിലായില്ലേ? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഭഗവാനോട് അടുക്കാനും നമ്മൾക്ക് ഒരുപാട് ഉയർന്നു വരാനും സാധിക്കും. എന്നാൽ അധർമ്മത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഭഗവാനിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് നിൽക്കും. വീണ്ടും പുനർജന്മം എടുത്തിട്ട് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കേണ്ടി വരും. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയത്തെ അറിയുന്നവൻ, സൃഷ്ടിക്കേണ്ടതും സ്ഥിതി ചെയ്യിപ്പിക്കേണ്ടതും സംഹരിക്കുന്നതും ഏത് സമയത്താണെന്ന് കൃത്യമായി അറിയുകയും എല്ലാവരുടെ ഉള്ളിലും ഒരേ ഭാവത്തോടുകൂടി ആ യജ്ഞത്തോടുകൂടി ഇരിക്കുന്നതും കൊണ്ടാണ് ഭഗവാനെ സമയജ്ഞോ എന്ന് വിളിക്കുന്നത്. ഇനിയോ ഹവിർ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞങ്ങളെ ഹവിസിൽ ഹരിക്കുന്നവൻ. ഹവിസാക്കി ഹവനം ചെയ്യപ്പെടുന്നതിനാൽ ഹവിസ്, ജനങ്ങളുടെ പാപത്തെയെല്ലാം ജനന മരണ സ്വരൂപനായിരിക്കുന്ന സംസാരത്തെയോ ഹരിക്കുന്നവൻ. ഹരി എന്ന് പറഞ്ഞാൽ ഹരിതവർണ്ണമുള്ളവൻ, ഹവിസും ഹരിയും ആയിരിക്കുന്നവൻ. നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിരിക്കുന്ന സമസ്ത പാപങ്ങളെയും ഒരു അഗ്നികുണ്ഡത്തിലേക്ക്, യജ്ഞത്തിൽ നമ്മൾ എങ്ങനെയാണോ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത്, ഹവിസാക്കിയിടുന്നത്, അതുപോലെ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മൾ എത്ര കോടി ജന്മാന്തര തെറ്റുകൾ ചെയ്തു പോയാലും ഈ ജന്മത്തിൽ നാരായണ നാമം ജപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര കോടി ജന്മത്തിന്റെ പാപങ്ങളും തെറ്റുകളും ക്ഷമിക്കാനും അതില്ലായ്മ ചെയ്യാനും ഭഗവാന് സാധിക്കും. അങ്ങനെ നമ്മളെ എന്ത് ചെയ്യും? ഇന്നലകളിൽ നിന്ന്, എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മളെ തിരുത്തിയിട്ട് ഇന്നലെ വരെ ജീവിച്ച ആ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പുനർജന്മം നൽകാൻ ഭഗവാന് സാധിക്കും. വാൽമീകി മഹർഷി ഒരു കാട്ടാളനായിരുന്നു. അദ്ദേഹം എങ്ങനെ രാമായണം എഴുതി എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം എന്നേ പറയാൻ പറ്റൂ, അല്ലെ? ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാനോട് അടുക്കും തോറും അദ്ദേഹം നമ്മുടെ ഉള്ളിൽ പരിവർത്തനം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് പരിവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും ഇവർ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നു. ഒരു കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മീനില്ലാതെ കഴിക്കാൻ പറ്റില്ലായിരുന്നു. സീരിയസ്ലി എനിക്ക് എന്തെങ്കിലും തരത്തിൽ കുഞ്ഞു മീനുകളാണ് ഞാൻ കഴിക്കുക. അത് എവിടെ ഉണ്ടെങ്കിലും എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിക്കൊണ്ട് തരും. കാരണം ഞാൻ കുറച്ച് ചോറ് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അമ്മ എനിക്കത് സ്പെഷ്യലായിട്ട് ഒരു കറി ഉണ്ടാക്കി തരും. ചില ഫിഷ് ഒന്നും ഞാൻ കഴിക്കില്ല. അപ്പം അതൊക്കെ ആണെങ്കിൽ പോലും അമ്മ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ നോൺ വെജ് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ആദ്യം പറഞ്ഞെന്താ പറയുക, എത്ര ദിവസത്തേക്ക് എന്നാണ്. എത്ര ദിവസത്തേക്ക് എന്ന്. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറം അവരുടെ വാഗൊണ്ട് പറയുന്നു അവൾ ഒരിക്കലും ഇനി നോൺ വെജ് കഴിക്കില്ല, തൊടില്ല എന്ന്. കാരണം എന്താ? നമ്മൾക്കൊരു പരിവർത്തനം ഭഗവാൻ ഉണ്ടാക്കി തന്നു, ഇല്ലേ? അത് കണ്ടാലും കേട്ടാലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ സൺഡേ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷനാണ്. വാതിലും ജനലൊക്കെ പൂട്ടി നമ്മൾ മിണ്ടാതിരിക്കും. കാരണം ആ സ്മെല്ല് പോലും കേൾക്കണ്ട.
താല്പര്യമില്ല. അപ്പൊ നമ്മളുടെ എത്ര പ്രിയപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഭഗവാനുമായി അടുത്താൽ നമുക്ക് സാധിക്കും. നമുക്കത് വേണ്ടേ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഉൾപ്രേരണ അത് ഭഗവാൻ നമുക്ക് നൽകും. അതാണ് ഭഗവാനോട് അടുക്കും തോറും നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ഒരു പരിവർത്തനം സംഭവിക്കും. കാട്ടാളനായിട്ട് മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ച ആ വാൽമീകി മഹർഷി രാമായണം എഴുതുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഇനിയിപ്പോ ചിന്തിക്കാനുള്ളത്? എത്ര മാറ്റങ്ങൾ എത്ര വ്യക്തികളിൽ ഭഗവാൻ ഉണ്ടാക്കി കൊണ്ടുവന്നു ഇല്ലേ? കള്ളും കുടിച്ച് ഈ കഞ്ചാവ് അടിച്ച് എന്തൊക്കെയൊക്കെയോ മയക്കുമരുന്നും ഉപയോഗിച്ചു കൊണ്ടിരുന്ന എത്രയോ വ്യക്തികളെ ശ്രീല പ്രഭുപാജി മാറ്റിയിരിക്കുന്നു. എത്ര വ്യക്തിത്വങ്ങളെ അദ്ദേഹം മാറ്റിയിരിക്കുന്നു. അദ്ദേഹം എത്ര വലിയ രീതിയിൽ പ്രചരണം ചെയ്യുന്ന വലിയ വ്യക്തിത്വങ്ങളാക്കി ഭഗവാൻ മാറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് ഇഷ്ടമുണ്ടോ ആ ഇഷ്ടങ്ങൾക്കെല്ലാം പ്രാധാന്യം. നമ്മൾക്ക് ഭഗവാനാണ് പ്രാധാന്യം അല്ലെ? ആ പ്രാധാന്യത്തിലേക്ക് നമ്മൾ വരും. കുഞ്ഞുനാളിന് അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോകാത്ത ഒരാളായിരുന്നു ഞാൻ. മെല്ലെ അച്ഛന്റെ ചീത്തവിളി കേട്ടിട്ട് അച്ഛൻ തല്ലുന്നത് ആലോചിച്ചിട്ട് ഓടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് കുളിയും കുളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി പായസത്തിന് കയ്യിൽ നീട്ടി പായസവും സ്വീകരിച്ചുകൊണ്ട് വരും. എന്നിട്ട് അത് തിന്നാൻ വേണ്ടി മാത്രം പോയ ദിവസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ 6 മണി എന്ന് പറഞ്ഞാൽ എനിക്ക് പൂജ ചെയ്തില്ലേ ഞാൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. കാരണം എന്താ? അയ്യോ പൂജയില്ലാതെ പറ്റില്ല. അന്ന് അച്ഛൻ എന്നോടൊരു കാര്യം പറയും, സമയമാകുമ്പോൾ നീ ഓടിക്കോളൂ എന്ന്. അപ്പൊ അതൊരു സത്യമായി നമ്മൾ ഈശ്വരനെ അറിഞ്ഞപ്പോ അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. ഞാൻ സമ്പാദിക്കുന്ന പണോ അല്ലെങ്കിൽ എൻ്റെ പേരോ പ്രശസ്തിയോ എനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളോ ഇതൊന്നും അല്ല എനിക്ക് വലുത്. എനിക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് വലുത് എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറി. ഭഗവാന്റെ വാക്കിൽ നിന്നോ ഭഗവാന്റെ വഴിയിൽ നിന്നോ വ്യതിചലിക്കാൻ എന്ത് തന്നെ തന്നാലും ഞാൻ തയ്യാറല്ല എന്ന അടിസ്ഥാനപരമായ ഒരു ഹൃദയം നമുക്ക് ഭഗവാൻ നൽകി. ഇതാണ് നമുക്ക് ഭക്തിയിലൂടെ വേണ്ടത്. പിന്നെന്താ പറയുന്നത്? സർവലക്ഷണ ലക്ഷണ്യ. സർവലക്ഷണ ലക്ഷണ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ലക്ഷണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ലക്ഷണത്തിൽ സാധുവായിരിക്കുന്ന പരമാത്മാവ്. സർവലക്ഷണങ്ങളും ഭഗവാനുണ്ട് അല്ലെ? എന്താണ് ഭഗവാൻ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. സർവവും ഭഗവാനുണ്ട്. എല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ അല്ലെ? എല്ലാം തികഞ്ഞിരിക്കുന്ന ആ പരമാത്മാവിനെയാണ് നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ. ഏറ്റവും കൂടുതൽ ആരുടെ നാമം പറയുന്നു? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ. എങ്ങോട്ട് പോകുന്നു? ഗുരുവായൂർക്ക്. എന്ത് കാണുന്നു? ഭഗവാനെ. എന്ത് കേൾക്കുന്നു? ഹരിനാമം. ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറി വന്നാൽ ഈ പറയുന്ന സംസാര സാഗരത്തെ മറികടക്കാൻ നമുക്കൊന്നും പ്രയാസമില്ല. ഭഗവാൻ മറികടത്തി തരും നമുക്ക്. ആ ഒരു അടിയുറച്ച വിശ്വാസമാണ് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോ അതിന്റെ ആ ഒരു വരി എന്ന് പറഞ്ഞാൽ അതുല ശരഭോ ഭീമസമയജ്ഞോ ഹവിർഹരി സർവലക്ഷണ ലക്ഷണ്യോ ലക്ഷ്മിവാൻ സമിതിഞ്ജയ. ഉപമയില്ലാത്ത ആരെ കൊണ്ടും ഉപമിക്കാൻ സാധിക്കാത്ത ശരീരത്തിൽ പ്രകാശിക്കുന്ന എല്ലാവരും ഭയപ്പെടുന്ന സൃഷ്ടി എപ്പോ വേണം, സ്ഥിതി എപ്പം വേണം, അതുപോലെ എങ്ങനെയാണ് സംഹരിക്കേണ്ടത് ഇതെല്ലാം കൃത്യമായി അറിയുന്ന, യജ്ഞങ്ങളിലെല്ലാം ഹവിസിനെ ഹരിക്കുന്ന, എല്ലാ ലക്ഷണങ്ങളോടും കൂടിയിരിക്കുന്ന ആ പരമാത്മാവായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അതാണ് നമ്മളുടെ 39ാമത്തെ ശ്ലോകം. ഇനി 40ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. മനസ്സിലായോ ഇത്രയും എടുത്തത്? ഇനി 40ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോ വിക്ഷരോ രോഹിതോ വിക്ഷരോ രോഹിതോ മാർഗോ വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദര സഹഃ ഹേതുർദാമോദര സഹഃ മഹീധരോ മഹാഭാഗോ മഹീധരോ മഹാഭാഗോ വേഗവാനമിധാശനഃ വേഗവാനമിധാശനഃ. അപ്പോ നമ്മുടെ 40ാമത്തത് വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദര സഹഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ഷരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷരം, അതായത് നാശം ഇല്ലാത്തവൻ. വിക്ഷരോ, ക്ഷരം എന്നാൽ നാശം. അപ്പൊ വിക്ഷരോ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ. രോഹിതഃ, രോഹിതവർണ്ണമായിരിക്കുന്ന ശരീരം എടുത്തവൻ. രോഹിതം എന്നാൽ എന്താണ്? മത്സ്യം. മത്സ്യത്തിന്റെ സ്വരൂപമെടുത്തവനാണ് ഭഗവാൻ. മത്സ്യാവതാരം നമുക്കറിയാലോ. ഇനി ഭഗവാന്റെ 18 അവതാരങ്ങളോ
100 അവതാരങ്ങളോ 200 അവതാരങ്ങളോ പഠിക്കേണ്ടി വന്നാൽ നമുക്ക് ഓരോരോ അവതാരങ്ങളെ കുറിച്ച് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് ഇങ്ങനെ പോവാം. ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന വളരെ കുറച്ച് അവതാരങ്ങളൊന്നും അല്ല, നമ്മൾ കേട്ടറിവുള്ള അവതാരങ്ങൾ വളരെ കുറച്ച്, പക്ഷെ അതിനേക്കാൾ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ട് അതിനി മുന്നോട്ട് നമ്മൾ പഠിക്കും. ഭാഗവതമൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്രയൊക്കെ അവതാരങ്ങൾ ഉണ്ടായിരുന്നല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഓരോരോ അവതാരങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരും കേട്ടോ. രോഹിതഹ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ രൂപത്തോടുകൂടി അവതരിച്ചവൻ, അങ്ങനെ ഒരു അവതാരം എടുത്തവൻ. മാർഗഹ എന്ന് പറഞ്ഞാൽ മുമുക്ഷക്കളാൽ അന്വേഷണം ചെയ്യപ്പെടുന്നവൻ, പരമാനന്ദയെ പ്രാപിക്കാനുള്ള സ്ഥാനമായിട്ടുള്ളവൻ. എല്ലാ രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, അല്ലെ? മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഭഗവാനിലേക്ക് എത്തിച്ചേരണം. എങ്ങനെയാ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടരാം, അദ്ദേഹത്തെ അന്വേഷിക്കാം. മുമുക്ഷുക്കൾ, മോക്ഷം ആഗ്രഹിക്കുന്ന മനസ്സിനുടമകൾ എന്താ ചെയ്യുക? ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. എവിടെയാണ് ഗുരുവായൂരപ്പൻ, എവിടെയാണ് ഗുരുവായൂരപ്പൻ, എങ്ങനെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് നമുക്ക് പോകാം, ഭഗവാനെ എങ്ങനെ അറിയാം? ഇതാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെ? ഭഗവാനെ നമുക്ക് അറിയണം, ഭഗവാനെ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഗുരുവായൂരപ്പനെ കാണണം. എന്തൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പറയാണ്, നമുക്കൊന്ന് ഗുരുവായൂർക്ക് പോവാം. അങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കാറൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. അങ്ങനെ പോണ സമയത്ത് എന്താ ഉണ്ടാവണേ? നേരെ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് ചെയ്തോളൂ. നേരെ നമ്മൾ ഗുരുവായൂരിലേക്ക് പോവാ. പോണ വഴിക്ക് നല്ല ഹോട്ടലിലൊക്കെ കയറിയിട്ട് വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, ചിലരൊക്കെ നോൺ വെജ് കഴിക്കും, ചെയ്യാൻ പാടില്ല, വലിയ തെറ്റാണ്. എങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഗുരുവായൂർ അമ്പലത്തിലെത്തി റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട് നമ്മൾ അങ്ങ് ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ കയറാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ആ ശ്രീലകത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അതുവരേക്കും കളിച്ചും ചിരിച്ചും നടന്ന നമ്മളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാതെ ആ ഗുരുവായൂരപ്പന്റെ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഒരു നല്ല ജീവാത്മാവിനും സാധിക്കില്ല. എന്തിനു നമ്മൾ അവിടെ കരഞ്ഞു? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. എന്തിനാ ശ്രീലകത്തിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ആ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നു? അതാണ് കോടാനുകോടി വർഷങ്ങളായി ജന്മങ്ങളായി ജന്മമെടുക്കുന്ന ആത്മാവ് ആ സത്യസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ കണ്ടപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവ് ഇരിക്കുന്നുണ്ട്, അല്ലെ? ആ ആത്മാവ് ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഉത്തരമാണ് ആ ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്ന് വന്ന നമ്മളുടെ മനസ്സിൽ നിന്ന് എല്ലാം മറന്നു പോവാണ്. ഭഗവാനെ, എനിക്ക് വീടില്ല, എനിക്ക് ജീവിതമില്ല, ഭർത്താവില്ല, കുട്ടിയില്ല, ഉള്ളവർ നോക്കണില്ല, സാമ്പത്തികമില്ല, രോഗമാണ്, ഇതൊന്നും പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ എല്ലാം മറന്നുപോയിട്ട് ഒരു കരച്ചില് ഏതൊരു ഭക്തന്റെ കണ്ണിൽ നിന്നും, ഭഗവാനെ അന്വേഷിക്കുന്ന ഏതൊരു ഭക്തന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരാ ശ്രീലകത്തിന്റെ മുമ്പിൽ വീഴുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആത്മാവ് അന്വേഷിച്ചിരിക്കുന്ന പരമാത്മാവിന്റെ നേർക്ക് നേരിൽ കാണുന്ന ആ ഒരു നിമിഷം, ആ ഒരു സെക്കൻഡ് നമ്മൾ എന്താണ്? ഭഗവാനുമായി കണക്റ്റ് ആവാണ്. ആ കണക്ഷനാണ് നമ്മൾക്ക് അവിടെ കണ്ണുനീർ തുള്ളികളായിട്ട് വീഴുന്നത്. പിന്നെ ആലോചിക്കും, ഭഗവാനെ ഞാൻ എന്തൊക്കെയോ പറയാൻ വന്നു. പിന്നെ ഒരു അടിപ്രദക്ഷിണമൊക്കെ കഴിയുമ്പോൾ ആ തിക്കിന്റെയും തിരക്കിന്റെ ഇടയിൽ നിന്ന് ഒരു വട്ടം കൂടി കണ്ടാ കൊള്ളാം എന്ന് കരുതി ആ നടക്കിലെ ദീപസ്തംഭത്തിന്റെ മുമ്പിലൊക്കെ നിന്ന് നമ്മൾ ഭഗവാനേന്ന് വിളിച്ചിട്ട് നമ്മൾ എല്ലാം മറന്ന് നമ്മൾ നിൽക്കും. എന്നിട്ടോ വീണ്ടും ഭഗവാന്റെ ശീവേലി വരുമ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിളിച്ച് തിരിച്ചാ പടിയിറങ്ങുമ്പോ ആ അനുഭവം, ആ ഒരു ആനന്ദം, അത് ഒരിക്കലും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരു നിമിഷം കൊണ്ട് വേറെ ഏതോ ലോകത്തെത്തിയിട്ട് പിന്നെ ആ നിമിഷത്തിൽ നിന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന് റൂമിലെത്തിയാൽ എല്ലാവരുടെയും അടുത്ത ചോദ്യം പാൽപ്പായസം എവിടെ? ഇതായിരിക്കും ഏതൊരു ഭക്തന്റെയും അടുത്ത ചോദ്യം. നല്ല ഭക്ഷണം എവിടെ കിട്ടും? എന്നാൽ ഇതെല്ലാം ശരീരത്തിന്റെ ആഗ്രഹങ്ങളാണെങ്കിലും ഭഗവാനെ കാണുന്ന ആ ഒരു നിമിഷം ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അത്രയും ഒരു ബന്ധം നമുക്ക് എന്താണ്? ആ ഒരു ഭഗവാനുമായിട്ട് നമുക്കുണ്ട്. അത് ഓഫ് ചെയ്യാൻ പറയും, അത് ഓഫ് ചെയ്യാൻ പറയും. ആ ഒരു ബന്ധം നമുക്ക് ഭഗവാനുമായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ മുമുക്ഷക്കൾ എന്താണ്? ഭഗവാനെ വെക്കണ്ട കേട്ടോ, ഭഗവാനെ അന്വേഷിക്കുന്നത്, അല്ലെ? മുമുക്ഷുക്കൾ ഭഗവാനെ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ മാർഗഹ എന്ന് പറയുന്നത്. ഇനി ഹേതുഹ, പ്രപഞ്ചത്തിന്റെ നിമിത്ത കാരണങ്ങളും ഉപധാന കാരണവുമായിട്ടുള്ളത് അദ്ദേഹമാണ്. ഈ ലോകം എന്താണ്? ഈ ലോകം മുഴുവൻ സുഷ മാതാജി അമേരിക്കയിൽ നിന്ന് മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഐ എം ഗോയിങ് ടു ഹോസ്റ്റൺ ഗുരുവായൂർ ടെമ്പിൾ നൗ. ഓക്കെ മാതാജി, പോയി ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരൂ, സന്തോഷം. അപ്പോ ഹേതുഹ, പ്രപഞ്ചത്തിന്റെ നിമിത്ത കാരണങ്ങൾ, ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ സകല ബ്രഹ്മാണ്ഡങ്ങളുടെയും കാരണം ആരാണ്? ഭഗവാനാണ്. ഉപധാന കാരണവുമായിട്ടുള്ളവൻ ഭഗവാനാണ്. ഈ ലോകം നമ്മൾ ഉണ്ടാക്കിയോ?
ഈ ലോകത്ത് കാലചക്രം തിരിക്കുന്നത് നമ്മളാണോ? ഇന്ന് മഴ പെയ്യും നാളെ മഴ പെയ്യില്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാത്രിയോ പകലോ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കോ? അമാവാസിയോ പൗർണമിയോ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കോ? ഒന്നും സാധിക്കില്ല. നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ കുറച്ച് ലോൺ എടുത്തിട്ട് ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ഞാനാണ് ആ വീടിന്റെ രാജാവ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എന്ത് സാധിക്കും? ഏതൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടന്നാലും നല്ല ഹോസ്പിറ്റലുണ്ട്, നല്ല ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓടും. പക്ഷെ അവസാനം ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് കിട്ടാനുണ്ട്, എല്ലാം സാക്ഷാൽ ഈശ്വരന്റെ കയ്യിലല്ലേ എന്ന്. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന അവസാന വാക്ക് അദ്ദേഹവും അവിടെ ഗുരുവായൂരപ്പന്റെ കയ്യിൽ കൊടുക്കും. ഏതൊരു അർത്ഥത്തിൽ വിളിച്ചാലും ഭഗവാന്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പം അന്തിമ തീരുമാനം ഭഗവാന്റേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രപഞ്ചത്തിന്റെ നിമിത്ത കാരണമായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ ഹേതുഹ എന്ന് വിളിക്കുന്നു. ഏതൊരു കാരണത്തിനും ഹേതുവായിട്ടുള്ളത് ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ദാമോദരഹ എന്ന് പറഞ്ഞാൽ ധമം മുതലായ സാധനങ്ങളെ കൊണ്ട് ഉധമമായിരിക്കുന്ന ബുദ്ധിയോട് കൂടിയവൻ. ധാമത്താൽ, ധാമം എന്ന് പറഞ്ഞാൽ കയറ്, കയറ്. ദാമോദരൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ദാമോദരൻ ഭഗവാന്റെ വികൃതി കൊണ്ട് അമ്മ കെട്ടിയിട്ടിരിക്കുകയാണ് കയറിൽ. ഒരു രക്ഷയില്ല ഭഗവാനെ കൊണ്ട്, അല്ലെ? എന്നിട്ട് ആ കയറും വലിച്ചുകൊണ്ട് 2 മരങ്ങൾക്കിടയിൽ കൂടെ പോയിട്ട് ആ മരവും മറിച്ചിട്ട് ആ 2 മരങ്ങൾക്ക് മോക്ഷം കൊടുത്തവനാണ് ഭഗവാൻ. അപ്പൊ ആ ദാമോദരൻ, ഉദരത്തിൽ ബന്ധിക്കപ്പെട്ടവൻ, കയറുകൊണ്ട് ഉദരത്തിൽ വയറിൽ ബന്ധിക്കപ്പെട്ടവൻ എന്നറിയപ്പെടുന്ന, ലോകങ്ങൾ ഉദരത്തിലുള്ളവൻ. ഈ കയറുകൊണ്ടാണ് ഭഗവാനെ അമ്മ എന്ത് ചെയ്തത്? ഭഗവാന്റെ അരയിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ ഒരെല്ലാം അങ്ങോട്ട് കെട്ടിയിട്ട്, അതുകൊണ്ടാണ് ഭഗവാന് ദാമോദരൻ എന്ന് പേര് വന്നത്. എന്നാൽ ഈ ലോകം തന്നെ അദ്ദേഹത്തിന്റെ വയറിലാണുള്ളത്. ആ നാഭിയിൽ നിന്ന് വന്ന ആദ്യത്തെ താമരത്തണ്ടിലിരിക്കുന്ന ബ്രഹ്മദേവന് സൃഷ്ടിക്കാൻ ഭഗവാൻ നിർദ്ദേശം കൊടുക്കുകയാണ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വേദിക് കോസ്മോളജിയുടെ ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു തന്നപ്പം കാരണോദകശായിയായ ഭഗവാൻ, ഓർമ്മയുണ്ടോ? അത് എന്തോ കാരണത്തിന് വേണ്ടി വന്ന ഭഗവാൻ, അല്ലെ? ഓർക്കുന്നുണ്ടോ അതോ മറന്നുപോയോ? ക്ഷീരോദകശായിയായ ഭഗവാൻ, എവിടെ ഓർക്കാൻ? ഒന്നും ഓർമ്മയില്ല, അല്ലെ? പോട്ടെ, സാറില്ല, അത് പിന്നീട് പഠിപ്പിച്ചു തരാം ഒന്നുകൂടെ. അപ്പോ ഈ കയറ് കൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? അമ്മ ഭഗവാനെ ബന്ധിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ബന്ധിച്ചിരിക്കുന്ന ഭഗവാന്റെ വയറിലാണ് സമസ്ത ലോകങ്ങളും സമസ്ത ജീവാത്മാക്കളും കുടികൊള്ളുന്നത്. അങ്ങനെ കയറ് കൊണ്ട് ബന്ധിച്ച ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാമോദര എന്ന് വിളിക്കും. സഹഹ, പിന്നെന്താ? ദാമോദര സഹഹ. അപ്പോ ദാമോദര സഹഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹഹ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും താഴ്മയിൽ കാണിക്കുന്നവൻ, എല്ലാറ്റിനെയും സഹിക്കുന്നവൻ. നമ്മളെ സഹിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്കോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും പറ്റൂല. വല്ലാത്തൊരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറയും ചില സമയത്ത്, അല്ലെ? നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ പറയും എന്തൊരു സ്വഭാവ എന്ന് പറയും. പക്ഷെ നമ്മളെ നല്ല ആരെയും ഭഗവാൻ സഹിക്കും. ഏത് രൂപത്തിലും നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചാലും അദ്ദേഹം അത് സഹിക്കും ചെയ്യും, അദ്ദേഹം അത് ക്ഷമിക്കും ചെയ്യും. അപ്പൊ ഏറ്റവും വലിയ സഹനം ആർക്കാണ്? ഭഗവാനാണ്. നമ്മളെ എങ്ങനെയൊക്കെ ഭഗവാൻ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുനർജന്മം ആവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിന്റെ പരിണത ഫലവും അനുഭവിക്കാൻ നമ്മൾ വീണ്ടും 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 നമ്മളിങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. ജനിച്ച് ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ആവും. ആ ജന്മത്തിൽ ഒരു തിരിച്ചറിവുണ്ടാവും, ഇനി ഞാൻ മത്സ്യവും മാംസവും ഒന്നും കഴിക്കില്ല, ഇതൊന്നും എനിക്ക് വേണ്ട, ബ്രാഹ്മണീയ രീതിയിലേക്ക് ഞാൻ പോകും, അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഹരിനാമം വേണം, നമുക്ക് ഭഗവാൻ വേണം. ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുന്ന ആ ജന്മം അവന്റെ അവസാന ജന്മമായിരിക്കും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടും ചില വ്യക്തികൾ എന്ത് ചെയ്യും? അതെല്ലാം പാതിയിൽ നിർത്തിയിട്ട് വീണ്ടും അധർമ്മത്തിലേക്ക് പോകും. അപ്പൊ ഭഗവാൻ എന്ത് കരുതും? നല്ലതൊക്കെ പറഞ്ഞ നീ ഇതെല്ലാം നിർത്തിച്ച് നല്ല വഴിക്ക് കൊണ്ടുവന്നപ്പോ വീണ്ടും നീ മായയിലേക്ക് പോയി, നീ വീണ്ടും ജനിച്ചോളാൻ പറയും. അങ്ങനെ വീണ്ടും ജനിച്ചിട്ട് വീണ്ടും ഭഗവാനെ അറിഞ്ഞിട്ട് വീണ്ടും ഭഗവാനെ സേവ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് സഹഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും താഴ്മയിൽ കാണിക്കുന്നവൻ, എല്ലാറ്റിനെയും സഹിക്കുന്നവൻ. ഇനിയോ മഹീധര. മഹീധര എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്ലോകം വായിക്കുന്ന സമയത്ത് മഹീധരോ എന്നാണ് കേട്ടോ. അർത്ഥം എടുക്കുന്ന സമയത്ത് മഹീധരോ എന്നുള്ളത് മഹീധര എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. മഹീധര എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ രൂപമായി ഭൂമിയെ ധരിക്കുന്നവൻ. പർവ്വതത്തിന്റെ രൂപമായി ഭൂമിയെ ധരിക്കുന്നവനെയാണ് മഹീധര എന്ന് പറയുന്നത്. ഓർക്കുന്നില്ലേ? നമ്മള് ഗിരിധര ഗോവിന്ദ നമ്മൾ വിളിക്കുന്നില്ലേ? ഭഗവാൻ ചെറുവിരലിലെ പർവ്വതത്തെ ഓർക്കുന്നുണ്ടോ? ആ പർവ്വതത്തിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ എന്തോ? എവിടെയാണ്, ഏത് പർവ്വതമാണ് ഭഗവാൻ കയ്യിൽ ചുമന്നിരിക്കുന്നത്? ചെറുവിരലിൽ വൃന്ദാവനവാസികളെ സംരക്ഷിക്കാൻ ഭഗവാൻ ഏത് പർവ്വതത്തെയാണ് കയ്യിൽ ചുമന്നിരിക്കുന്നത്? 7 ദിവസം 7 രാവും പകലും ഭഗവാന്റെ ചെറുവിരലിൽ ഏത് പർവ്വതത്തെയാണ് ഭഗവാൻ താങ്ങി നിർത്തിയത്? ഭഗവാന്റെ പ്രിയപ്പെട്ട വ്രജമണ്ഡലത്തിലെ വൃന്ദാവനവാസികളെ സംരക്ഷിക്കാൻ ഏത് പർവ്വതത്തെയാണ് ഭഗവാൻ കയ്യിൽ ചുമന്നത്? ടൈപ്പ് ചെയ്തിട്ടേ ഞാൻ നോക്കട്ടെ ആരാണ് ആദ്യം പറയണേന്ന്. അപ്പോ ഭഗവാൻ മഹീധര, പർവ്വതത്തിന്റെ രൂപമായിട്ട് ഭൂമിയെ ധരിക്കുന്നവൻ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ മഹീധര എന്ന് പറയുന്നു. ഗോവർദ്ധനഗിരി ഓർമ്മയില്ലേ? ഗോവർദ്ധനഗിരി ഭഗവാൻ ചുമന്നത് കയ്യില്. ഏതർത്ഥത്തിലും ഏത് രീതിയിലും വരാഹരൂപത്തിൽ ഭഗവാൻ ഭൂമിയെ തന്നെ എന്ത് ചെയ്തു?
രക്ഷിച്ചു. അങ്ങനെ ഏത് രീതിയിലും ഭഗവാൻ ഭൂമിയെ രക്ഷിക്കും. മഹീധരൻ, മഹാഭാഗ. മഹാഭാഗ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് ദേഹം ധരിച്ചുകൊണ്ട് ഭംഗജനിതങ്ങളും മഹത്തുകളും ഉത്കൃഷ്ടമായിരിക്കുന്ന ഭോജനങ്ങളെ ഭുജിക്കുന്നവൻ. ഭഗവാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം, ഏത് രൂപത്തിൽ വരണം, എങ്ങനെ വന്നാൽ ഭഗവാന് ഏത് രീതിയിൽ ഭക്തനെ സംരക്ഷിക്കാം. അതുകൊണ്ടാണല്ലോ നരസിംഹപൂർത്തിയായി വന്നിട്ട് ഹിരണ്യകശിപുവിന്റെ മകനായിരിക്കുന്ന പ്രഹ്ലാദ് മഹാരാജിനെ ഭഗവാൻ സംരക്ഷിച്ചത്. അതുകൊണ്ടാണല്ലോ മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ പൂന്താനം തിരുമേനിയെ സംരക്ഷിച്ചത്. അങ്ങനെ ഏതെല്ലാം ഭാവങ്ങളിൽ, ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം രീതിയിൽ ഭഗവാൻ വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേ ഗോവർദ്ധന പർവ്വതം എത്ര രീതിയിൽ, എത്ര ഭാവങ്ങൾ, എത്ര രീതിയിൽ, ഏതൊക്കെ സമയത്ത് ഭഗവാൻ എങ്ങനെയൊക്കെ അവതരിച്ചു. ഭഗവാന്റെ അവതാരം പറയാൻ പറ്റില്ല. ഈ കലിയുഗത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഭക്തൻ വേദനിക്കുന്നുണ്ട്, അദ്ദേഹം വരും. നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം വരും. ഏത് രീതിയിലും, ഏത് ഭാവത്തിലും, എവിടെയും ഭഗവാൻ വരും. അതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. അപ്പോ പിന്നെന്താ, വേഗവാൻ, തീവ്രമായ വേഗതയുള്ളവൻ. ഭഗവാന്റെ വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണ് ആ സെക്കൻഡ്, പക്ഷെ അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഭഗവാൻ വരും. ഭഗവാനെ എന്ന് ഒരു ഭക്തൻ ഏത് പാതിരാത്രിക്ക് എവിടെ ഇരുന്ന് വിളിച്ചാലും ആ വിളി ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അദ്ദേഹം ആ സെക്കൻഡ് അവിടെ എത്തിയിരിക്കും. അതാണ് ഗുരുവായൂരപ്പൻ. അമിതാശന, വേഗമിതാശന എന്ന് പറയണില്ലേ, ആ മിതാശന, അമിതാശന. മിതാശന എന്ന് പറഞ്ഞാൽ സംഹാരകാലത്തിൽ എല്ലാ ലോകങ്ങളെയും ഭക്ഷിക്കുന്നവൻ. 4 യുഗങ്ങളുണ്ട് നമുക്കല്ലേ, 4 യുഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 4 യുഗങ്ങൾ കഴിഞ്ഞതിൽ 4ാമത്തെ യുഗമാണ് കലിയുഗം. ആ കലിയുഗത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും? പ്രളയം വരും. അപ്പൊ ആ പ്രളയത്തിൽ ഭൂമി മുഴുവൻ ഭഗവാൻ എന്ത് ചെയ്യും? ജലത്താൽ മൂടപ്പെട്ട് കഴിഞ്ഞ് എല്ലാം നിശബ്ദതയിലേക്ക് മാറ്റും. അപ്പൊ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമസ്ത ജീവജാലങ്ങളെയെല്ലാം ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാന്റെ ഉള്ളിലേക്ക് എടുക്കും. എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക്, സമസ്ത ബ്രഹ്മാണ്ടങ്ങളെയും ലോകങ്ങളെയും സൗരയുധങ്ങളെയും എന്ന് പറയുന്ന എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ മണ്ണ് വാരി കളിച്ചെന്നും പറഞ്ഞ് യശോദാമ ഒരു വടിയെടുത്തിട്ട് കണ്ണാ വാ തുറക്കടാ എന്ന് പറഞ്ഞപ്പം വാ തുറന്ന യശോദാമ കണ്ട് ഞെട്ടിപ്പോയി. കാരണം എന്താ, എല്ലാ ലോകങ്ങളും ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാന്റെ വായ്ക്കുള്ളിൽ കാണുന്നു. എന്താ ഈ കുഞ്ഞു വായ്ക്കുള്ളിൽ? നോക്കുമ്പോ യശോദാമയെയും അവിടെ കാണാം. അതിന്റെ അർത്ഥം എന്താ? സമസ്തവും ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സമസ്തവും ഭഗവാന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 4 യുഗങ്ങൾ കഴിഞ്ഞാൽ ഭഗവാൻ മുഴുവൻ, ഈ ലോകം മുഴുവൻ പ്രളയത്തിൽ ആഴ്ത്തിയിട്ട് ഈ പ്രളയം വരുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന എല്ലാത്തിനെയും ഭഗവാൻ ഉള്ളിലേക്ക് എടുക്കും, ഭക്ഷിക്കും. മനസ്സിലായില്ലേ? ചവച്ചരച്ച് തിന്നുന്നല്ല പറഞ്ഞത്, എല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ അമിതാശന എന്ന് പറയുന്നത്. വേഗമിതാശന, വേഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സംഹാരകാലത്തിൽ എല്ലാ ലോകങ്ങളെയും ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കും? അമിതാശന എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോ നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗമിതാശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാതെ മത്സ്യത്തിന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന, എല്ലാ നല്ല ജീവാത്മാക്കളാലും അന്വേഷിക്കപ്പെടുന്ന, പ്രപഞ്ചത്തിന്റെ എല്ലാ കാരണങ്ങൾക്കും കാരണമായിരിക്കുന്ന, ദമം കൊണ്ട്, കയറുകൊണ്ട് ഭഗവാനെ ഉരലിൽ കെട്ടിവെച്ചതുകൊണ്ട് ദാമോദര എന്ന് വിളിക്കപ്പെടുന്ന, എല്ലാത്തിനെയും സഹിക്കുന്ന, എല്ലാവരുടെ സ്വഭാവത്തെയും സഹിക്കുന്ന, പർവ്വതത്തെ പോലും, പർവ്വതത്തിന്റെ രൂപത്തിൽ പോലും ഈ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ധരിച്ചു കൊണ്ടിരിക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം ഏത് സമയത്ത്, ഏത് നേരത്ത്, എങ്ങനെ, എവിടെ, ഏത് അവതാരം എടുക്കണമെന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന, തീവ്രമായിരിക്കുന്ന, വേഗതയുള്ള, സംഹാരകാലത്തിൽ എല്ലാത്തിനെയും ഉള്ളിലേക്ക് സ്വയം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ഈ പ്രളയത്തിൽ നമ്മൾ പെടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഹരിനാമം ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ പ്രളയം വരുന്ന കാലത്ത് നമ്മൾ ജനിക്കൂല. ഓക്കെ, സൂപ്പർ. ഞാൻ നോക്കാം ഷാജി പ്രഭു. അങ്ങനെ നമ്മുടെ 40ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 41ാമത്തെ ശ്ലോകം. ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത. 41ാമത്തെ ശ്ലോകമാണ്. കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹഃ. ഉദ്ഭവക്ഷോഭണോ ദേവഃ ശ്രീഗർഭഃ പരമേശ്വരഃ കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹഃ. അപ്പോ ഇത് 41ാമത്തെ ശ്ലോകം. 41ാമത്തെ ശ്ലോകത്തിന്റെ ഉദ്ഭവ എന്ന് തുടങ്ങുന്ന വാക്കിന്റെ അർത്ഥം
പ്രപഞ്ചോൽപത്തിയുടെ ഉപാദന കാരണമായവൻ, അതായത് ഭവസാഗരത്തിൽ നിന്ന് ഉദ്ഗമിച്ചവൻ. ഈ ലോകം ഉണ്ടാവാൻ ആരാ കാരണം? ഭഗവാനാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, ഉദ്ഭവം ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്ന്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഉദ്ഭവ എന്ന് വിളിക്കുന്നത്. ശോഭണഹ, ശോഭണഹ എന്ന് പറഞ്ഞാൽ ജഗത് സൃഷ്ടികാലത്ത് പുരുഷ പ്രകൃതികളിൽ പ്രവേശിച്ച് ശോഭിച്ചിരിക്കുന്നവൻ. എല്ലാ സൃഷ്ടികളിലേക്കും ഭഗവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയും എല്ലാം നോക്കിക്കാണാൻ ചെയ്യുന്നില്ല. എല്ലാത്തിലും എല്ലാവിടെയും എല്ലായിടത്തും ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്ത ഒരു ജീവാത്മാക്കളും ഈ ജഗത്തിലില്ല, ഈ ഭൂമിയിലില്ല. സർവ്വതിലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കാണാൻ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സനാതന ധർമ്മത്തെ നിലനിർത്തുന്നവർ ആദ്യം തന്നെ എല്ലാവരെയും കാണുമ്പോൾ നമസ്തേ എന്ന് വിളിക്കുന്നത്. നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു. അതായത് നിന്നിലും എന്നിലും ഈശ്വരനുണ്ട്, അല്ലെ? എല്ലാത്തിലും ആ ഗുരുവായൂരപ്പനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ നമസ്തേ. ഇപ്പോഴാണ് ഹായ് ഷേക്ക് ഹാൻഡ് ഒക്കെ വന്നത്. ഇതൊന്നുമല്ല, നമസ്തേ. ഇതാണ് ഭാരതീയ സംസ്കാരം, ഇതാണ് സനാതന ധർമ്മം, ഇതാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ഇതെല്ലാം വിട്ടിട്ട് ഓടിച്ചെന്നിട്ട് ഹായ് ഹലോ ഹൗ ആർ യു, അതല്ല. നമസ്തേ എന്ന് പറയുമ്പോൾ അതിനൊരു അഭിമാനമുണ്ട്, അതിനൊരു സുഖമുണ്ട് കേൾക്കാൻ. ആ ഒരു നമസ്തേ എന്ന വാക്ക് നമ്മൾ ഇതുപോലെ കൈ ചേർത്ത് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ബന്ധത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് ഭയങ്കര തീവ്രതയാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മഞ്ജരീസിലുള്ള എല്ലാവരും ഇനി ആരെ കാണുമ്പോഴും ഹായ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ വന്നാൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ സാത്വികതയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്യണം? ആരെവിടെ കണ്ടാലും നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങനെ വേണം അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട്, കേട്ടോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ശോഭണ എന്ന് പറഞ്ഞാൽ ജഗത് സൃഷ്ടികാലത്ത് പുരുഷ പ്രകൃതികളിൽ എല്ലാത്തിലും ജഗത്തിന്റെ സൃഷ്ടി തുടങ്ങുന്ന കാലത്ത് എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളിലേക്കും ഭഗവാൻ ആഴ്ന്നിറങ്ങി. അതിന്റെ അർത്ഥം ഭഗവാൻ എല്ലാത്തിലും ഉണ്ട് എന്നാണ്. ദേവഹ, സൃഷ്ടി മുതലായവയെ കൊണ്ട് ക്രീഡിക്കുന്നവൻ. സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ബ്രഹ്മദേവനാണ് സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് ബ്രഹ്മദേവനാണ് ഫസ്റ്റ്. അങ്ങനെയൊന്നല്ല. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സമസ്തവും നിലകൊള്ളുന്നത്, സമസ്തവും സൃഷ്ടിക്കപ്പെടുന്നത്, സമസ്തവും സംഹരിക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ്. ശ്രീഗർഭ, ശ്രീഗർഭ എന്ന് പറഞ്ഞാൽ സംസാര രൂപമായിരിക്കുന്ന വിഭൂതി. ശ്രീ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, സംസാര രൂപമായിരിക്കുന്ന ശ്രീ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആത്മീയത നമുക്കുണ്ടെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ ഐശ്വര്യം എന്താണെന്ന് പറയുക? ശ്രീയാണ്. ആത്മീയമായിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ള അനുഗ്രഹം ഭഗവാന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി തരും. ആ ഭഗവാന്റെ വക്ഷസ്ഥാനത്താണ് ആരിയ്ക്കുന്നത്? ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ലക്ഷ്മി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ, അല്ലെ? അപ്പൊ ആ ലക്ഷ്മിയെ നമ്മൾക്ക് ഭഗവാൻ തരും. ശ്രീ ഗർഭ, ആ ഗർഭത്തിൽ, ഭഗവാന്റെ ഗർഭത്തിൽ, ഭഗവാന്റെ ഉള്ളിൽ ആരിയ്ക്കുന്നു? ശ്രീ ഇരിക്കുന്നു, ലക്ഷ്മി ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയതയിൽ ജീവിക്കാൻ പഠിക്കണം. ആത്മീയമായിരിക്കുന്ന ചൊവ്വ വെള്ളി, നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ചൊവ്വ വെള്ളി ഈ സാധനം തൊടേ ചെയ്യരുത്. അത് ദേവിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ നോൺ വെജ് കഴിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യൂല. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ദേവനും ദേവിക്കും എന്താണോ ഇഷ്ടം, എന്താണോ നമ്മുടെ സനാതന ധർമ്മം, നമ്മുടെ സനാതന ധർമ്മത്തിൽ എവിടെയും പറയുന്നില്ല പക്ഷി മൃഗാദികളെ കൊന്നിട്ട് ജീവിച്ച് തിന്നാൻ, അല്ലെ? അതൊന്നുമില്ലാതെ ഒരു ജീവനെ വേദനിപ്പിച്ചിട്ട് നമ്മൾക്ക് എന്ത് ആനന്ദം കിട്ടുന്നു. അങ്ങനെ ഒന്നിനെ കൊന്നിട്ട് കണ്ടെത്തുന്ന ആ ഒരു രുചി നമുക്ക് വേണ്ട എന്ന തീരുമാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ട് സനാതന ധർമ്മത്തിലൂടെ നല്ല സാത്വിക ഭക്ഷണ രീതിയിലൂടെ സമാധാനത്തോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആര് വരും? ലക്ഷ്മി വരും. അതേസമയം വഴക്കും വക്കാണവും പ്രശ്നങ്ങളും വിരോധവും വൈരാഗ്യവും പ്രതികാര മനോഭാവവും ഉള്ളിടത്ത് ഒരിക്കലും ലക്ഷ്മി വരില്ല. അവിടെ എന്ത് വരും? അവിടെ മൂദേവി വന്നുകൂടും. മൂദേവി വന്നാൽ എന്തായി? ദാരിദ്ര്യമായി, അസുഖങ്ങളായി, പ്രശ്നങ്ങളായി, പരസ്പരം വഴക്കായി. സമാധാനമുള്ളിടത്ത് ലക്ഷ്മി ദേവി ഉണ്ടാവും, അല്ലെ? നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു മനസമാധാനം ഉണ്ട്. അവിടെ എന്താ നോൺ വെജ് കയറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ മനസമാധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾ സ്വസ്ഥത കണ്ടെത്തുമ്പോൾ ലക്ഷ്മി ദേവി ഓട്ടോമാറ്റിക്കലി നമ്മളിൽ എന്താണ്? ദേവി വന്ന് നമ്മളിൽ ഇരിക്കും. അപ്പൊ നമ്മുടെ ഭൗതികമായിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇന്നൊരു രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ വരുന്നല്ല പറയുന്നത്. കുറേ കാലങ്ങൾ കൊണ്ട് മെല്ലെ 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 നമ്മളിലേക്ക് ആ ഒരു ഐശ്വര്യം കടന്നു വരും. അതിനു വേണ്ട എല്ലാ പ്രതിബന്ധനങ്ങളും നമ്മൾ തരണം ചെയ്യണം. നമ്മുടെ നാവിന്റെ രുചിയെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമുക്ക് ആരോടും പരിഭവവും ഇല്ല, വ്യക്തിവൈരാഗ്യവും ഇല്ല, ഒന്നുമില്ല. ആരെന്ത് ചെയ്താലും ഓ ശരി ആയിക്കോട്ടെ, ഭഗവാൻ ഉണ്ട്,
നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു, അദ്ദേഹം എല്ലാം അറിയുന്നു എന്ന മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശാന്തിയും സമാധാനവും വരും. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വരൂല, ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു ദേവി നമ്മളിലേക്ക് കടന്നു വരുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ശ്രീ സംസാര രൂപമായിരിക്കുന്ന ശ്രീ എന്ന വിഭൂതി ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ശ്രീ ഗർഭ എന്ന് വിളിക്കുന്നു. പിന്നെയോ പരമേശ്വര. പരമേശ്വര എന്ന് പറഞ്ഞാല് എന്താണ്? ഉദ്ഭവ ശോഭണോ ദേവ ശ്രീഗർഭോ പരമേശ്വര. പരമേശ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമനും ഉത്കൃഷ്ടനും ശാസനാശീലനുമായവൻ, അല്ലെ? പരമനാണ്, ഉത്കൃഷ്ടനാണ്, ശാസനാശീലനാണ് ഭഗവാൻ. തെറ്റ് ചെയ്തോ ഭഗവാൻ നമ്മൾക്ക് നല്ല പണിഷ്മെന്റ് തരും. അതാരെയാണ് പണിഷ്മെന്റ്? നമ്മൾ പറയില്ലേ ദുഷ്ടനെ ഭഗവാൻ പന പോലെ വളർത്തുന്നു എന്ന്, അല്ലെ? അവൻ എന്തൊക്കെയാ ചെയ്യുന്നത്, എന്നിട്ടും അവനെ ഭഗവാൻ എന്തൊക്കെ ശിക്ഷ കൊടുക്കാതെ അവനെ നന്നായിട്ട് കൊണ്ടുപോകണു. സദാ ഭഗവാനെ എന്ന് വിളിക്കുന്ന എന്നെ ഭഗവാൻ സംരക്ഷിക്കുന്നില്ല. ഇതെല്ലാവരുടെയും പരാതിയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ മകൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇഷ്ടമല്ലാത്തത് എന്താണെന്ന് എനിക്ക് വ്യക്തമാണ്, അല്ലെ? ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛന് ഇത് ഇഷ്ടമല്ല, അല്ലെ എൻ്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല, അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് അവരോടായിരിക്കും വഴക്ക് കേൾക്കുന്നതും എന്നെ പണിഷ്മെന്റ് ചെയ്യുന്നത് അവരായിരിക്കും, അല്ലെ? നല്ല അടി കിട്ടും. ചെറുപ്പത്തിൽ എനിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് എൻ്റെ അച്ഛനോട്, എടുത്തിട്ട് പറപ്പിക്കുമായിരുന്നു. അതെന്താ? അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴാണ് അവരെന്നോട് തെറ്റ് ചെയ്യുന്നതിന് എന്നെ ശിക്ഷിക്കുന്നത്. ഇതേപോലെ മറ്റൊരു കുട്ടിയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെന്താ പറയാ? പോട്ട മോനെ സാരല്ല എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? അവരുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ബോണ്ടിങ് ഇല്ല. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇഷ്ടമല്ലാത്തത് എന്താണെന്ന് എനിക്കറിയുന്നത് പോലെ മറ്റൊരാൾക്ക് അറിയില്ല. അപ്പൊ മറ്റൊരാൾക്ക് അറിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരറിയാണ്ട് ചെയ്താലേ പോട്ടെ സാരല്ല എന്ന് പറയും. പക്ഷെ ഞാൻ ചെയ്താലോ എന്നെ ശിക്ഷിക്കും. കാരണം എന്താ? എനിക്കത് അറിഞ്ഞിട്ടും ഞാൻ തെറ്റ് ചെയ്തു. അപ്പോ ഭഗവാന്റെ ഭക്തിയിൽ ഉയരുന്ന വ്യക്തികൾ, നമ്മൾ ഭക്തിയിൽ ഉയരാൻ ശ്രമിക്കുന്ന വ്യക്തികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനോട് കിട്ടുന്ന പണിഷ്മെന്റിന് കണക്കുണ്ടാവില്ല. നല്ല പണിഷ്മെന്റ് ഭഗവാൻ തരും. എന്നാൽ ഭഗവാനെ അറിയാത്ത, ജപിക്കാത്ത, വായിക്കാത്ത ആളുകൾ തെറ്റ് ചെയ്താൽ എന്താ? ഭഗവാൻ മൈൻഡാക്കില്ല. ഓക്കെ, നീ അടുത്ത ജന്മം വന്നിട്ടുള്ള പണിഷ്മെന്റ് അപ്പൊ തരാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. നമ്മൾ വിചാരിക്കും മദ്യപിച്ചും കള്ളും കുടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നവന് എന്തൊരു സുഖം, അവനൊരു കുഴപ്പമില്ല, അവൻ സുഖമായിട്ട് കാശും കൊണ്ട് ജീവിക്കണം, സദാ വിളക്കും വെച്ച് പ്രാർത്ഥിച്ച് നാമം ചൊല്ലുന്ന നമുക്കൊന്നുമില്ല. അങ്ങനെയല്ല. നാരായണ സേന വേണോ നാരായണൻ വേണോ എന്ന് ചോദിച്ചാൽ നാരായണ സേനയല്ല, നാരായണനാണ് വേണ്ടത്, അല്ലെ? നാരായണൻ ഉണ്ടെങ്കിൽ എന്താ? പട്ടിണിയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമെങ്കിലും കിട്ടും കുടിക്കാൻ. നമുക്കത് മതി, അതിൽ നമ്മൾ തൃപ്തിപ്പെടും. ഭഗവാൻ എല്ലാ അർത്ഥത്തിലും നമ്മളെ കൂടെയുണ്ട്. വലിയ പ്രളയം വന്നാലും ശരി, എന്ത് വന്നാലും ഭഗവാൻ നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കും. ഒരു കോഴിയുടെ ചിറകിനടിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ ആ അമ്മക്കോഴി സംരക്ഷിക്കൂ, അതുപോലെ ഭഗവാൻ മഹാമാരികളിൽ നിന്ന്, മഹാവ്യാധികളിൽ നിന്ന് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. നമുക്ക് ആ സംരക്ഷണമാണ് വേണ്ടത്. കോടിക്കണക്കിന് രൂപയോ പണമോ പ്രശസ്തിയോ അധികാരങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ഭഗവാന്റെ ആ ഒരു സംരക്ഷണം, അദ്ദേഹത്തിന്റെ ചിറകിനടിയിൽ കിട്ടുന്ന ആ സംരക്ഷണമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അതിനേക്കാൾ വലിയൊരു സംരക്ഷണം നമുക്കില്ല. മറ്റൊന്നിനെ കൊണ്ട് നമുക്ക് നമ്മളെ സംരക്ഷിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾ എല്ലാ സപ്പോർട്ടോടു കൂടി, ആധുനിക സജ്ജീകരണങ്ങളെ സപ്പോർട്ടോടു കൂടി ജീവൻ നിലനിർത്തുകയാണ്. അപ്പൊ അതാണോ വലുത്? ഭഗവാൻ വന്ന് നെറുകിലൊന്ന് തൊട്ടിട്ട് ഈ എല്ലാ അസുഖങ്ങളും മാറ്റുന്നതാണോ വലുതെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ആ സ്പർശനമാണ് വലുത്, അല്ലെ? എത്ര വലിയ മെഡിക്കൽ സപ്പോർട്ടിൽ നിന്നും നമുക്ക് അതിലെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തിൽ ഒരിക്കലും നമുക്ക് പരിധിയില്ലാത്തൊരു സംരക്ഷണം ലഭിക്കും. അപ്പൊ ഭഗവാന്റെ ആ സംരക്ഷണമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തിയിൽ ഉയരാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്ന തെറ്റിന് ശാസനാശീലനാണ് ഭഗവാൻ. ഏതർത്ഥത്തിലും അദ്ദേഹം നമ്മളെ ശാസനാശീലമുണ്ട്. നമുക്കുള്ള പണി ഭഗവാൻ ഉറപ്പായിട്ടും തെറ്റു ചെയ്താൽ തരും. അങ്ങനെയുള്ള ഭഗവാനെ പരമേശ്വര എന്ന് വിളിക്കുന്നു. കരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഉത്പത്തിക്ക് എല്ലാത്തിനേക്കാളും മുഖ്യമായിരിക്കുന്ന സാധനമായിരിക്കുന്നവൻ. ലോകത്തിന്റെ ഉത്പത്തിക്ക് ആരാണ് കാരണം? ഭഗവാനാണ്. കാരണോദകശായിയായ വിഷ്ണു. മനസ്സിലായില്ലേ? ഭഗവാനാണ് ലോകത്തിന്റെ ഉത്പത്തിക്ക് കാരണം. കാരണോദകശായിയായ വിഷ്ണു ആരാണ്? ഭഗവാനാണ്. ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാനാണ്. പിന്നെന്താ? കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഉപധാന കാരണവും നിമിത്തവും കാരണവുമായിരിക്കുന്ന ഭഗവാനാണ്. ഈ ലോകം ഉണ്ടായവാൻ നിമിത്തം തന്നെ ഭഗവാനാണ്, നമ്മൾ ആരുമല്ല. എല്ലാം അതെ അർജുനൻ പറഞ്ഞു നാരായണൻ മതിയെന്ന്. അപ്പൊ അതേപോലെ ഈ ലോകത്തിന്റെ ഉത്പത്തിക്ക്, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ കാരണ എന്ന് വിളിക്കുന്നു. കർത്ത എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രനായവൻ. എവിടെയും ഭഗവാനുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ ഇരുന്ന് സുഷാ മാതാജി വിളിച്ചാലും ഭഗവാൻ അവിടെ ചെല്ലും, ആര് വിളിച്ചാലും ഭഗവാൻ അവിടെ ചെല്ലും. എന്നാൽ ഇന്ത്യയിൽ ഇരുന്ന് നമ്മൾ വിളിച്ചാലും ഭഗവാൻ വരും. അതുകൊണ്ടാണ് ഭഗവാനെ
കർത്ത എന്ന് വിളിക്കുന്നത്. ഭഗവാൻ സ്വതന്ത്രനാണ്. എവിടെയും എങ്ങനെയും എപ്പോഴും ഏത് സമയത്തും വരാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ സ്വതന്ത്രനായിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കർത്ത എന്ന് വിളിക്കുന്നു. ഇനി വികർത്ത. വികർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രങ്ങളായിരിക്കുന്ന ഭുവനങ്ങളുടെ രചയിതാവ്. എത്ര 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 ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അയ്യോ, ഈ ഭൂമി പോലെ ഈ ഭൂമി മാത്രമേ ഉള്ളൂ. അല്ല, ഇതുപോലെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇഷ്ടം പോലെ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. മനസ്സിലായില്ലേ? കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു. 3 വിഷ്ണു രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് 3 വിഷ്ണു രൂപങ്ങൾ. ഒരു സിനിമയിൽ നമ്മൾ കാണാറില്ലേ? രജനീകാന്ത് സാറിന് നിൽക്കും, പിന്നെ അതിൽ നിന്ന് കുറേ രജനീകാന്ത് സാറന്മാരുണ്ടാവും. അതേപോലെ ഒരു കൃഷ്ണൻ, ആ കൃഷ്ണനിൽ നിന്ന് ഇഷ്ടം പോലെ വിഷ്ണു രൂപങ്ങൾ. അപ്പൊ 3 വിഷ്ണു രൂപങ്ങളെ നമ്മൾ എടുക്കുകയാണ്. കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു. ഈ കാരണോദകശായിയായ വിഷ്ണു ആരാണ്? ആ ഒരു വിഷ്ണു ഇങ്ങനെ കാരണജലത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ജലത്തിൽ ഇങ്ങനെ ഭഗവാൻ കിടക്കുക. അപ്പൊ ഭഗവാന്റെ ശ്വാസം നമ്മളിങ്ങനെ ശ്വസിക്കല്ലോ. അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഭഗവാൻ ശ്വാസം പുറത്തേക്ക് വിട്ട്. അപ്പൊ പുറത്ത് നമ്മൾ ശ്വസിക്കാറുണ്ടല്ലോ, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമല്ലോ. അപ്പൊ അതേപോലെ ഭഗവാൻ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുമ്പോൾ ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലൊക്കെ ഉള്ള രോമത്തിൽ നിന്ന് ആ ശ്വാസം പുറത്തു വിടുമ്പോൾ ഇഷ്ടം പോലെ ബോൾ പോലെ ഇങ്ങനെ പുറത്തു വരും. ഈ ബോളുകളെല്ലാം ഓരോ ബ്രഹ്മാണ്ടങ്ങളാണ്, ഓരോ ലോകങ്ങളാണ്. ഇത് വേദിക് കോസ്മോളജി എടുക്കുമ്പോൾ കൃത്യമായി പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കുറേ ബോളുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ബോളുകളാണ് ബ്രഹ്മാണ്ടങ്ങൾ. അതിലൊരു ബോളാണ് നമ്മുടെ ഭൂമി. മനസ്സിലായില്ലേ? ഈ ബ്രഹ്മാണ്ടങ്ങളുടെ അകത്തെല്ലാം ഈ ബോൾ പോലെയുള്ള ഈ ലോകത്തിന്റെ ഉള്ളിലെല്ലാം ഓരോ വിഷ്ണു കയറിയിരിക്കുന്നുണ്ട്. ഓരോ വിഷ്ണുവും ഓരോ ബ്രഹ്മദേവനും കയറിയിരിക്കുന്നുണ്ട്. അനേകായിരം വിഷ്ണു രൂപങ്ങളായപ്പം. അപ്പൊ ഈ ലോകത്തിന്റെ ഉള്ളിൽ, ഈ ഭൂമിക്കുള്ളിലും ഒരു ഭഗവാൻ കയറിയിരിക്കുന്നുണ്ട്. അതാണ് ആര്? ഗർഭോദകശായിയായ വിഷ്ണു. എന്നിട്ട് ആ ലോകത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന വിഷ്ണുവിന്റെ ഗർഭത്തിന്റെ ഉള്ളില് എന്താ ഉള്ളത്? ആ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. ഭഗവാന്റെ നാഭി, അതാണ് ആ നാഭിക്ക് ഇത്രയും പ്രത്യേകത. എന്നിട്ട് ആ നാഭിയുടെ ഉള്ളില് ഒരു ബോള്, ഭഗവാന്റെ രോമത്തിൽ നിന്നൊരു ബോള് വന്നു. ഫോർ എക്സാമ്പിൾ, ആ ബോളിന്റെ ഉള്ളില് ഒരു ഭഗവാൻ കയറി ഇങ്ങനെ കിടക്കുക. ആ ഭഗവാനാണ് ഗർഭോദകശായിയായ വിഷ്ണു. ഗർഭം. ആ ഗർഭമായിരിക്കുന്ന നാഭിക്കുള്ളിൽ എന്താണ്? ഒരു താമര ഇങ്ങനെ പുറത്തു വരിക ആ നാഭിയിൽ നിന്ന്. ആ താമരയിൽ ഇരിക്കുന്നു ബ്രഹ്മദേവൻ. എന്നിട്ട് ബ്രഹ്മദേവനോട് പറയാണ് സൃഷ്ടി നിർവഹിച്ചോളാൻ. അങ്ങനെ ഭഗവാന്റെ ഗർഭത്തിൽ നിന്ന് എല്ലാ ജീവാത്മാക്കളെയും അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. ഈ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കുള്ളിലും ഭഗവാൻ എന്ത് ചെയ്യും? പരമാത്മാവിന്റെ രൂപത്തിൽ കയറിയിരിക്കും. എല്ലാ ജീവാത്മാക്കൾക്കുള്ളിലും പരമാത്മാവിന്റെ രൂപത്തിൽ കയറിയിരിക്കും. അപ്പൊ ഈ ജീവാത്മാവും പരമാത്മാവും കൂടി സംയോജിച്ചു കഴിഞ്ഞാൽ എന്തായി? ആ ജീവൻ കണ്ണു തുറക്കും. ആ ജീവൻ ലോകത്ത് വന്നു. എന്നിട്ട് ആ ജീവനെ നിലനിർത്തുന്നത് ആരാണ്? ക്ഷീരോദകശായിയായ വിഷ്ണു. ക്ഷീരം എന്ന് പറഞ്ഞാൽ എന്താ? പാല്. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന അനന്തപത്മനാഭൻ കൃഷ്ണ ഗുരുവായൂരപ്പ അദ്ദേഹം എന്തായി? സ്ഥിതി ചെയ്യും, സ്ഥിതിയാക്കും. അദ്ദേഹം എല്ലാം നിലനിർത്താൻ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ വിഷ്ണുവാണ് നമ്മൾക്ക് എല്ലാ ജീവാത്മാക്കൾക്കും നിലനിൽപ്പ് നൽകുന്നത് ഭഗവാനാണെന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായി? എന്നിട്ട് ഭഗവാൻ മഹാദേവന്റെ രൂപത്തിലേക്ക് അങ്ങ് മാറും. ആ കാലം കഴിയുമ്പം സംഹാരമൂർത്തിയായ മഹാദേവനായിട്ട് അദ്ദേഹം സംഹരിക്കാൻ നിൽക്കും. അപ്പൊ എന്തായി? ഇതാണ് ത്രിമൂർത്തി സങ്കല്പം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വിചിത്രങ്ങളായിരിക്കുന്ന ഭുവനങ്ങളുടെ രചയിതാവ്. ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം, വീട്. അപ്പൊ വിചിത്രങ്ങൾ എത്ര 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 ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വികർത്ത എന്ന് വിളിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് ലോകങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് ഭഗവാനെ നമ്മൾ വികർത്ത എന്ന് വിളിക്കുന്നു. ഇനി ഗഹന. വികർത്ത ഗഹന എന്ന് പറയുന്നുണ്ട്. ഗഹനോ ഗുഹ. വികർത്ത ഗഹനോ ഗുഹ. വികർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കും അറിയാൻ കഴിയാത്ത സ്വരൂപം, സാമർത്ഥ്യം, പ്രവൃത്തി എന്നിവയോട് കൂടിയവൻ. ഭഗവാൻ എപ്പോ എവിടെ എന്ത് എങ്ങനെ ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഏത് രൂപത്തിൽ ആരുടെ അടുത്ത് വരുന്നു പറയാൻ പറ്റില്ല. ഭയങ്കര സാമർത്ഥ്യമാണ് ഭഗവാൻ. ഭഗവാന്റെ സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സാമർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ മഹാഭാരത കഥയിൽ നമ്മൾ പഠിച്ചത് ഏത് രീതിയിലാണ് ഭഗവാൻ ഇടപെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെല്ലാം രീതിയിൽ, ഏതൊക്കെ ഭാവത്തിൽ, എങ്ങനൊക്കെ ഭഗവാൻ പാണ്ഡവന്മാരെ സംരക്ഷിച്ചു, കൗരവന്മാരെ പാഠം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭഗവാൻ ഭയങ്കര സാമർത്ഥ്യമാണ്. അങ്ങനെ സാമർത്ഥ്യമുള്ള, ഏത് രീതിയിൽ എപ്പോ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിൽ, ഏതുപോലെ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു സാമർത്ഥ്യ സ്വരൂപ ബുദ്ധിയോട് കൂടിയതുകൊണ്ട് ഭഗവാനെ നമ്മൾ ഗഹന എന്ന് വിളിക്കുന്നു. പിന്നെയോ ഗുഹഹ. ഗുഹഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മായ കൊണ്ട് സ്വരൂപം മുതലായവയെ ഗുഹനം ചെയ്യുന്നവൻ. മായ കാണിച്ച് ഭഗവാൻ നമ്മളെ ഒരു നിമിഷം അങ്ങ് ചിന്തിപ്പിച്ചു കളയും.
നമ്മൾ വിചാരിക്കും എന്താ ഇത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ആ സമയത്ത് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് കുറേ കാലം മുന്നേ ഞാൻ താമസിച്ചപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം തോന്നി. അപ്പോൾ ഭഗവാനെ കുറിച്ച് ഗീതയൊക്കെ വായിച്ച് കുറച്ചൊക്കെ അറിയാമെങ്കിൽ കൂടിയും വിശദമായിട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരി അർച്ചനയും രാഖിയും ഞങ്ങൾ 3 പേരും കൂടി എന്ത് ചെയ്തു, നേരെ ഗുരുവായൂരമ്പലത്തിൽ പോയി. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തൊഴുത് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ പഴയ പാൽപ്പായസ കൗണ്ടർ ഉണ്ടല്ലോ നമ്മുടെ മണിക്കിണറിൻ്റെ സൈഡിൽ, അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമല്ലോ. അപ്പം ഞാനും ഇങ്ങനെ ഭഗവാനെ നമ്മൾ ഉള്ളിൽ തൊഴുതിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഉണ്ടല്ലോ, ശ്രീലകത്ത് തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങി ഒരു വട്ടം പ്രദക്ഷിണം വെക്കാം. അപ്പോൾ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്ത് ദീപസ്തംഭത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഓർത്തു 3 വട്ടം ആവാം, അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരിക്കാം, നീ പോയിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 വട്ടം പ്രദക്ഷിണം കഴിഞ്ഞ് 3ാമത്തെ വട്ടം പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പം ഒരു മയിൽപ്പീലി അങ്ങനെ വന്ന് എൻ്റെ മേലെ വീണു. അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം ഞാനിങ്ങനെ മേലോട്ട് നോക്കുക. ഇപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരിങ്ങനെ അമ്പലത്തിൽ മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ കുത്തിവെക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ മയിൽപ്പീലി ഇത് എവിടെ നിന്ന് വീണു എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഷോൾ ഇട്ടപ്പം ആ ഷോളിൻ്റെ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകണം, ഇങ്ങനെ വന്ന് വീണു. ഇന്നും ആ മയിൽപ്പീലി ഗുരുവായൂരപ്പൻ്റെ ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ആ മയിൽപ്പീലി ഏതാണെന്ന്. അപ്പം ആ മയിൽപ്പീലി ഇങ്ങനെ വന്ന് വീണപ്പം ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഇത് എവിടെ നിന്ന് വന്ന് വീണു കൃഷ്ണ ഗുരുവായൂരപ്പ ഈ മയിൽപ്പീലി എന്ന് ആലോചിച്ചുകൊണ്ട് വർഷങ്ങളായി ഞാൻ ആ മയിൽപ്പീലി എടുത്ത് കൈ പിടിച്ച് വീണ്ടും പ്രദക്ഷിണം ചെയ്ത്, അന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ അടുത്ത് വന്ന് ഇവർ പറഞ്ഞത് എവിടെ നിന്ന് കിട്ടി, ഞാൻ പറഞ്ഞത് അത് അവിടെ നിന്ന് വീണതാന്ന് പറഞ്ഞു. പക്ഷേ ഇന്നും ആ മയിൽപ്പീലി എൻ്റെ കൂടെ ഒരു സന്തത സഹചാരിയെ എല്ലായിടത്തും ഉണ്ടായി. ഇന്നും ഭഗവാന്റെ ഈ ശിരസിൽ ആ മയിൽപ്പീലി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു അന്ന് അദ്ദേഹം തന്ന ആ മയിൽപ്പീലിയുടെ അർത്ഥം എന്തായിരുന്നു എന്ന്. നീ ഭഗവാനായിരിക്കുന്ന എന്നെക്കുറിച്ച് പറയാൻ ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യിക്കാം, അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. എപ്പോൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം, അതും അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കും, എന്നോട് ചോദിക്കും അല്ല ആ മയിൽപ്പീലി ഞാൻ ഇവിടെ ഉണ്ട്, അത് ഞങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അതുപോലെ അന്ന് ഗുരുവായൂരപ്പൻ നൽകിയ ആ മയിൽപ്പീലിയാണ് സത്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ മറക്കാനാവാത്ത. ഇനി എത്ര കോടി ജന്മങ്ങൾ ഞാൻ എടുത്താലും എത്ര അംഗീകാരങ്ങൾ കിട്ടിയാലും ശരി, ഏതൊരു അംഗീകാരത്തിനേക്കാൾ മുകളിലും ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് സമ്മാനമായി നൽകിയ ആ മയിൽപ്പീലിയാണ്. ഇന്നും ഞാൻ അവിടെ എത്തുമ്പോൾ ആലോചിക്കും, ഭഗവാനെ അങ്ങ് എനിക്ക് ആദ്യമായി നൽകി ഒരു മയിൽപ്പീലി നൽകിയത് ഇവിടെ വെച്ചല്ലേ എന്ന്. അത് എവിടെ നിന്ന് ആ മയിൽപ്പീലി ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഒരു അറിവും ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അന്ന് ആ മുകളിൽ നിന്ന് വീണ മയിൽപ്പീലി അത് എന്നോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം മായ കൊണ്ട് സ്വരൂപം മുതലായവയെ ഗുഹനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇങ്ങനെ അനേകായിരം പേർക്ക് ഭഗവാന്റെ മായയിലൂടെ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഏത് സമയത്ത് എങ്ങനെ മായ കാണിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അങ്ങനെയാണ് ഭഗവാന്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗുഹഹ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ 41ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഉദ്ഭവ ശോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹഹ. ഇതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി നമ്മൾക്ക് പ്രപഞ്ചോൽപത്തിയുടെ ഈ ലോകം ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന ലോകം തുടങ്ങുന്ന കാലത്ത് എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ പ്രവേശിക്കുന്ന സൃഷ്ടിയെല്ലാം നടത്തുന്ന സംസാര രൂപമായിരിക്കുന്ന നമ്മളെല്ലാം നിലനിർത്താൻ നമുക്ക് ഭൗതികതയിൽ ശ്രീ എന്ന് പറയുന്ന ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ ഇരിക്കുന്ന എന്താ പറയുന്നത്, പരമനായിരിക്കുന്ന ഉത്കൃഷ്ടനായിരിക്കുന്ന ശാസനാശീലനായിരിക്കുന്ന ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് എല്ലാത്തിനേക്കാളും മുഖ്യമായ സാധനയായിരിക്കുന്ന ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് നിമിത്ത കാരണമായിരിക്കുന്ന സ്വതന്ത്രനായിരിക്കുന്ന വിചിത്രങ്ങളായിരിക്കുന്ന ലോകത്തിന്റെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന ആർക്കും അറിയാൻ കഴിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത സ്വരൂപത്തോടുകൂടി സാമർത്ഥ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വന്തം മായ കൊണ്ട് സ്വരൂപം മുതലായിരിക്കുന്ന ഗുഹനം ചെയ്യുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അതാണ് നമ്മുടെ 41ാമത്തെ ശ്ലോകം. ഇനി 42ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. 42ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനധോ ധ്രുവഃ
വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനധോ ധ്രുവഃ പരർധി പരമാ സ്പഷ്ട സദുഷ്ട പുഷ്ട ശുഭേക്ഷണ. വായിക്കാൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും വായിച്ചോളൂ. പതുക്കെ ഒന്ന് വായിച്ചുതരാം. വ്യവസായോ, വ്യവസായോ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപൻ. വ്യവസായോ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപൻ. അറിവിന്റെ മകുടോദാഹരണമാണ് ഭഗവാൻ. ഭഗവാനേക്കാൾ അറിവുള്ള ആരും ഈ ലോകത്തില്ല. അറിവെന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വ്യവസായോ എന്ന് വിളിക്കുന്നു. പിന്നെയോ വ്യവസ്ഥാന, വ്യവസ്ഥാന, വ്യവസ്ഥാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തിന്റെയും വ്യവസ്ഥ ആരിൽ സ്ഥിതി ചെയ്യുന്നോ അവൻ. എല്ലാ വ്യവസ്ഥകളും ഉടമ്പടികളും ആരിലാണുള്ളത്? ഭഗവാനിലാണുള്ളത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ വ്യവസ്ഥാന എന്ന് വിളിക്കുന്നത്. സംസ്ഥാനഹ, സംസ്ഥാനഹ എന്ന് പറഞ്ഞാൽ പ്രാണികളുടെ പ്രളയ രൂപമായ സ്ഥിതിയുള്ളവൻ. പ്രാണികളുടെ എല്ലാം രൂപത്തിൽ, പ്രളയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഭഗവാനാണ്. പിന്നെയോ സ്ഥാനദഹ, സ്ഥാനദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമാനുസാരിയായിരിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കുന്നവൻ. മനസ്സിലായില്ലേ? കർമാനുസാരി. നമുക്ക് കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോരോ ജീവിതത്തിൽ ഓരോരോ സ്ഥാനങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട് ഇല്ലേ? ആ സ്ഥാനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയാണ് ആൾക്കാർ. ഇന്നിപ്പോ ഞാൻ ഫേസ്ബുക്ക് കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോരോ പ്രചരണത്തിന്റെ ആളുകളെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവരൊക്കെ ഇന്നലകളിൽ എവിടെയായിരുന്നു എന്ന്. അല്ലെ? സീരിയസ്ലി, ഇന്നലകളിൽ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇപ്പോ ഓരോ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്, മത്സര ബുദ്ധിയാണ്. ഇതൊന്നുമില്ലാതെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ത്രിസന്നിധിയിൽ വന്ന് നിന്നൊന്ന് തൊഴുതാൽ കിട്ടുന്ന സുഖം അതൊരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ ചില വ്യക്തിത്വങ്ങളോ ഒരിക്കലും ആഗ്രഹിക്കാതെയാണ് ആ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ ഒരിക്കലും സ്ഥാനമാനാദികളിൽ ഇരുന്നു കൊണ്ട് ആരെയും സന്തോഷിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, അവർക്ക് ധാർമ്മികപരമായിരിക്കുന്ന സഹായം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ സ്ഥാനം കിട്ടുന്നത് സ്വയം വളരാനല്ല, പിന്നെയോ നമ്മൾക്കൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാനാണ്. നമ്മൾക്കൊരു അധികാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അധികാരത്തിന്റെ ബലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പാവങ്ങളെല്ലാം ചേർത്ത് പിടിക്കണം. അവർക്ക് ആശ്വാസമായി നമ്മൾ മാറണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ സ്ഥാനമാനാദികളിൽ ഇരുന്നു കൊണ്ട് ഞാനെന്ന ഭാവത്തിൽ എൻ്റെ കുടുംബത്തെ മാത്രം വളർത്തുന്ന ഒരു മനുഷ്യന്റെ ഒരു വികൃതമായ സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തിയും വളരാൻ പാടില്ല. നിനക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനം നീ പ്രയോജനപ്പെടുത്തേണ്ടത് നിനക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് ഭഗവാൻ ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ മാത്സര്യ ബുദ്ധിയോടുകൂടി എന്ത് ചെയ്യാനും മടിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് ശരിയല്ല, ഇത് അധർമ്മമാണ്. ആ അധർമ്മത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചെന്ന് വീഴരുത്. നമ്മളെ സംരക്ഷിക്കാനല്ല നമുക്ക് സ്ഥാനം വേണ്ടത്, നമ്മൾക്കൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാനാണ് നമുക്ക് സ്ഥാനം വേണ്ടത്. മഞ്ജരീസ് അങ്ങനെയല്ലേ ചെയ്യുന്നത്? മഞ്ജരീസില് നമ്മൾ എന്താ ചെയ്യുന്നത്? പാവപ്പെട്ടവർക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നു, വസ്ത്രമില്ലാത്തവന് നമ്മൾ വസ്ത്രം നൽകുന്നു, പഠിക്കാൻ പുസ്തകമില്ലാത്തവന് നമ്മൾ അത് നൽകുന്നു, വീടില്ലാത്തവന് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ആരോഗ്യപരമായി കഷ്ടപ്പെടുന്നവന് നമ്മൾ അത് നൽകുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് ചെറുതും വലുതുമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും നമ്മൾക്കൊപ്പമുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണോ? മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മൾ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം കർമാനുസാരിയായ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. കർമാനുസാരിയായ സ്ഥാനങ്ങൾ എന്നാ ഇവിടെ പറയുന്നത്. കർമ്മം ചെയ്യാൻ, പ്രവൃത്തി ചെയ്യാനുള്ള സ്ഥാനം നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ സ്ഥാനദഹ എന്ന് വിളിക്കുന്നു. ധ്രുവഹ, ധ്രുവഹ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ. ഭഗവാൻ ഒരിക്കലും നാശമില്ല. അച്യുത എന്ന് പേര് വരാൻ കാരണം എന്താണ്? ചുതി എന്നാൽ നാശം. ഈ നാശമില്ലാത്തവനെ നമ്മൾ അച്യുത എന്ന് വിളിക്കുന്നത് പോലെ ഭഗവാനെ നമ്മൾ ധ്രുവഹ എന്ന് വിളിക്കുന്നു. പിന്നെയോ പരർധി, പരർധി, പരർധി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഋദ്ധി. ഋദ്ധി എന്നാൽ എന്താണ്? ഐശ്വര്യം. ശ്രേഷ്ഠമായിരിക്കുന്ന ഐശ്വര്യത്തോടു കൂടിയവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പരർധി എന്ന് വിളിക്കുന്നു. അപ്പോ ഇവിടെ നോക്ക, വ്യവസായോ വ്യവസ്ഥാന, വ്യവസ്ഥായോ വ്യവസ്ഥാനഃ, സംസ്ഥാനഃ സംസ്ഥാനഃ, സ്ഥാനധോ സ്ഥാനധോ, ധ്രുവഃ. മനസ്സിലായോ? ധ്രുവഃ. പിന്നെയോ അടുത്ത ലൈൻ പരർധി. പരർധി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഐശ്വര്യത്തോടു കൂടി. കാരണം ലക്ഷ്മി ദേവി ഇരിക്കുന്ന ഭഗവാന്റെ അക്ഷസ്ഥാനത്ത. ശ്രേഷ്ഠമായ ഐശ്വര്യത്തോടു കൂടിയതുകൊണ്ട് ഭഗവാനെ നമ്മൾ പരർധി എന്ന് വിളിക്കുന്നു. പരമഹ, പരമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് വേർഡായിട്ട് എടുക്കാം. പരമഹ സ്പഷ്ട എന്നെടുക്കാം. പരമഹ സ്പഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായിരിക്കുന്ന ലക്ഷ്മി ദേവി, ശ്രേഷ്ഠമായിരിക്കുന്ന മാ എന്നാൽ ലക്ഷ്മി ദേവി, മാ എന്നാൽ അമ്മ, ലക്ഷ്മി ദേവി. അപ്പോ ശ്രേഷ്ഠമായിരിക്കുന്ന ലക്ഷ്മി ദേവി ആരിൽ സ്ഥിതി ചെയ്യുന്നവോ അവനെ നമ്മൾ പരമസ്പഷ്ട എന്ന് വിളിക്കുന്നു.
ശ്രേഷ്ഠമായിരിക്കുന്ന ലക്ഷ്മി ദേവി ആരിലാ സ്ഥിതി ചെയ്യുന്നത്? ഭഗവാന്റെ വക്ഷസ്ഥാനത്ത്. അതുകൊണ്ട് ഭഗവാനെ, ശ്രീ എന്നാൽ ദേവി, ഭഗവതി. അപ്പൊ ആ ദേവി ഭഗവാന്റെ വക്ഷസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഭഗവാനെ നമ്മൾ പരമസ്പഷ്ട എന്നും ശ്രീനിവാസ എന്നും വിളിക്കുന്നു. ഇനിയോ, മറ്റൊന്നിന്റെയും ആശ്രയം കൂടാതെ സിദ്ധനായിക്കൊണ്ടും ജ്ഞാനസ്വരൂപനായിട്ടും ഭഗവാൻ ഇരിക്കുന്നു. നമ്മൾക്കൊക്കെ ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് വേണം അല്ലേ? പക്ഷെ ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ ആരുടെ സപ്പോർട്ടും ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ പരമസ്പഷ്ട, ആരുടെയും ആശ്രയം കൂടാതെ സിദ്ധനായിക്കൊണ്ട് ജ്ഞാനസ്വരൂപനായിരിക്കുന്നത് കൊണ്ട്, സ്പഷ്ടമായിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ പരമസ്പഷ്ട എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയോ പരമസ്പഷ്ട സതുഷ്ട. സതുഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാനന്ദൈക്യ സ്വരൂപൻ. ഭഗവാന് കരച്ചിലും പിഴിച്ചിലും വഴക്കും ബഹളമൊന്നും ഇഷ്ടമല്ല. പരമാനന്ദമാണ് ഭഗവാൻ ഇഷ്ടം. ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുമ്പോഴെല്ലാം നമുക്കുള്ളിൽ കേൾക്കുമ്പോൾ ഒരു ആനന്ദം തോന്നുന്നത്, സന്തോഷം തോന്നുന്നത്. അപ്പോൾ പരമാനന്ദ സ്വരൂപനായതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ തുഷ്ട എന്ന് വിളിക്കുന്നത്. ഇനിയോ പുഷ്ട. പുഷ്ട പുഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ. നമ്മൾ വിചാരിക്കുന്നു ഭഗവാൻ ഗുരുവായൂർ മാത്രമല്ലേ ഉള്ളൂ. ഒരിക്കലുമല്ല. സർവചരാചരങ്ങളിലും സർവലോകങ്ങളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ പുഷ്ടഹ എന്ന് വിളിക്കുന്നു. പിന്നെയോ ശുഭേക്ഷണ. ശുഭേക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്ന ശുഭമായിരിക്കുന്ന ഈശനം ഉള്ളവൻ, ദർശനമുള്ളവൻ. ഈശനം എന്ന് പറഞ്ഞാൽ ദർശനം. എല്ലാ അഭീഷ്ടങ്ങളെയും ഭഗവാൻ നമുക്ക് നൽകും. നമ്മൾ എന്തും ചോദിക്കാതെ ഭഗവാൻ നമുക്ക് നൽകും. എന്ത് ചോദിക്കണം എന്ന് നമുക്കറിയില്ല ഭഗവാനോട്. പക്ഷെ ഒന്നും ചോദിക്കാതെ എല്ലാം നൽകുന്നവനാണ് ആര്? ഭഗവാൻ. ഒന്നും ചോദിക്കേണ്ട ഭഗവാനോട്, എല്ലാം കണ്ടറിഞ്ഞ് അദ്ദേഹം നമുക്ക് നൽകി തരും. അതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹം നമ്മൾക്ക് എന്തില്ല എന്ന് കണക്കെഴുതി നമ്മൾ പറയണ്ട. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, അഖില ഗുരു, ബ്രഹ്മാണ്ഡ നായക എന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ കണ്ണ് തുറക്കുന്ന വേഗതയിൽ അദ്ദേഹം നമുക്ക് സമസ്തവും നൽകി അനുഗ്രഹിക്കും. അതാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന സകലത്തിൻ്റെയും വ്യവസ്ഥ ആരിൽ സ്ഥിതി ചെയ്യുന്നു? പ്രാണികളുടെ പ്രളയരൂപമായ സ്ഥിതിയുള്ള കർമാനുസാരിയായിരിക്കുന്ന സ്ഥാനങ്ങൾ നൽകുന്ന, നാശമില്ലാതിരിക്കുന്ന, ശ്രേഷ്ഠമായ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന പരമശ്രേഷ്ഠമായിരിക്കുന്ന ലക്ഷ്മി എവിടെ സ്ഥിതി ചെയ്യുന്നു? മറ്റൊന്നിന്റെയും ആശ്രയം കൂടാതെ സിദ്ധനായിരിക്കുന്ന, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, പരമാനന്ദൈക്യ സ്വരൂപനായിരിക്കുന്ന, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ അഭീഷ്ടങ്ങളെയും ശുഭമായ ഈക്ഷണത്തോടുകൂടി ദർശനത്തോടുകൂടി നൽകുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനധോ ധ്രുവഃ പരർദി പരമസ്പഷ്ട സതുഷ്ട പുഷ്ട ശുഭേക്ഷണ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലെ 42ാമത്തെ ശ്ലോകം. ഇനി 43ാമത്തെ ശ്ലോകം നമുക്ക് നാളെ ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും ആ അഖില കോടി ബ്രഹ്മാണ്ഡ നായകന്റെ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന്റെ വക്ഷസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മാ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം എല്ലാവരിലും ഉണ്ടാവട്ടെ. ഭൗതികതയിൽ ഇരിക്കുന്ന സംസാര ദുഃഖങ്ങളെല്ലാം മറികടക്കാൻ മഞ്ജരീസ് കുടുംബത്തിന് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക. ഓക്കെ, നമസ്തേ.